ടീച്ചർ തുടങ്ങിക്കോളൂ കേട്ടോ. ഓക്കെ സാർ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റ്സ് ആണ്. അതായത് എന്താണ്, പലതരം വികാസങ്ങൾ, നമ്മുടെ സൈക്കോളജി തിയറികളിലുള്ള വികാസങ്ങളാണ്. 6 വികാസങ്ങളാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. ശാരീരിക ചാലക വികാസം, ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്. 2 വൈജ്ഞാനിക വികാസം, കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. 3 വൈകാരിക വികാസം, ഇമോഷണൽ ഡെവലപ്മെന്റ്. 4 സാമൂഹിക വികാസം, സോഷ്യൽ ഡെവലപ്മെന്റ്. 5 സാന്മാർഗിക വികാസം, മോറൽ ഡെവലപ്മെന്റ്. 6 ഭാഷാ വികാസം, ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലോട്ട് കടക്കാം. ഫസ്റ്റിലത്തേത് ശാരീരിക ചാലക വികാസം, ഫിസിക്കൽ മോട്ടോർ ഡെവലപ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ശാരീരിക ചാലക വികാസം. ശാരീരിക ചാലക വികാസത്തിനെ കുറിച്ച് പഠനം നടത്തിയ വ്യക്തിയാണ് ആരെന്ന് പറഞ്ഞത്? എലിസബത്ത് ബി ഹർലോക്ക്. ശാരീരിക ചാലക വികാസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വരേണ്ട ഒരു വ്യക്തിയുടെ പേരാണ് എലിസബത്ത് ബി ഹർലോക്ക് എന്ന് പറയുന്ന വ്യക്തിത്വം. അപ്പൊ ഇദ്ദേഹം പറയുന്നത് ഒരു കുട്ടിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് എന്താണ്, കായിക പ്രവർത്തനങ്ങൾ അനിവാര്യമാണ്. അതായത് കുട്ടികള് കളിക്കുന്നതിലൂടെയും മറ്റും വേറെ പ്രവർത്തികൾ ചെയ്യുന്നതിലൂടെയും കുട്ടിക്ക് ശാരീരിക ചാലക വികാസം ഉണ്ടാകുന്നു എന്നാണ് എലിസബത്ത് ബി ഹർലോക്ക് പറയുന്നത്. സ്ഥൂല പേശി ചലനത്തിൽ നിന്നാണ് സൂക്ഷ്മ ചലനത്തിലുള്ള കഴിവ് നേടുന്നത്. അതായത് ഒരു കുട്ടി ആ കുട്ടിയുടെ വികാസം, ശാരീരികമായിട്ടുള്ള വികാസം പ്രാപിക്കുന്നത് ആദ്യം ആ ഒരു കുട്ടി എന്ത് ചെയ്യുന്നു, കുട്ടിയുടെ ഒരു കളിപ്പാട്ടം എടുക്കാൻ നോക്കുമ്പം ശരീരം മുഴുവൻ ഉപയോഗിച്ചിട്ടാണ് ആ കുട്ടി ആ കളിപ്പാട്ടത്തിനെ എടുക്കാൻ നോക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് സൂക്ഷ്മമായിട്ട് ശരീരത്തിൽ നിന്നും കൈകളിലേക്കും കയ്യിൽ നിന്ന് വിരലിലേക്കും ചലനം മാറി കുട്ടി വിരല് കൊണ്ട് സാധനം എടുക്കുന്ന രീതിയിൽ കുട്ടിയിൽ വികാസം സംഭവിക്കുക. അതാണ് പറയുന്നത് എന്താണ്, സ്ഥൂല പേശി ചലനത്തിൽ നിന്നാണ് സൂക്ഷ്മ പേശി ചലനത്തിലുള്ള കഴിവ് നേടുന്നത് എന്ന വികാസ തത്വം ശാരീരിക ചാലക വികാസത്തിൽ ഉണ്ടാകുന്നതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ശാരീരിക ചാലക വികാസം പഠിക്കുമ്പോൾ തന്നെ പഠിക്കേണ്ട ഒന്നാണ് വിളംബിത ചാലക വികാസം, അല്ലെങ്കിൽ ഡിലൈഡ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഭാഗവും കൂടെ. ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാല് നമ്മുടെ ഇപ്പം ശാരീരിക ചാലകമായിട്ടുള്ള വികാസം, ഒരു കുട്ടിയിൽ കായികപരമായിട്ടുള്ള എല്ലാ നൈപുണികളും കൊണ്ട് ആ കുട്ടി വികാസം പ്രാപിക്കുമ്പോൾ ഒരേ പ്രായത്തിലുള്ള എല്ലാ കുട്ടിയിലും ഇങ്ങനെ ഒരു വികാസം കാണണമെന്നില്ല. അപ്പം ഒരേ പ്രായത്തിലുള്ള ചില കുട്ടികളില് ഇങ്ങനെയുള്ള വികാസത്തിൽ ഒരു കാലതാമസം ഉണ്ടായെന്ന് വരാം. ഈ കാലതാമസത്തിനെ ആണ് എന്തെന്ന് പറയുന്നത്, വിളംബിത ചാലക വികാസം എന്ന് പറയുന്നത്. ഒരേ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളിലും ഒരേപോലെ വികാസം സാധ്യമാവില്ല. അപ്പൊ ചില കുട്ടികളിൽ ഒരു കാലതാമസം ഉണ്ടാവും. ഇതിനെയാണ് വിളംബിത ചാലക വികാസം എന്ന് പറയുന്നത്. ശാരീരിക ചാലക വികാസം പഠിക്കുമ്പം കൂടെ പഠിക്കേണ്ട ഒന്നാണ് വിളംബിത ചാലക വികാസം, അല്ലെങ്കിൽ ഡിലേഡ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഏരിയ കൂടെ. ഇതിൽ കുറച്ച് കാരണങ്ങളും കൂടെ പറയുന്നുണ്ട്. കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ അനാരോഗ്യം, തടിച്ച ശരീരം, ഭയം, അഭ്യാസക്കുറവ്, അഭിപ്രേരണാരാഹിത്യം, ബുദ്ധി വികാസത്തിലുള്ള കുറവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, കുട്ടികളില് വിളംബിത ചാലക വികാസം ഉണ്ടാകാൻ കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ശാരീരിക ചാലക വികാസം പറയുമ്പം ഏറ്റവും കൂടുതൽ വിളംബിത ചാലക വികാസവും നോക്കണം. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റിലത്തെ ഒരു വികാസമായിരുന്നു എന്തെന്ന് പറയുന്നത്, ശാരീരിക ചാലക വികാസം അല്ലെങ്കിൽ ഫിസിക്കൽ മോട്ടോർ ഡെവലപ്മെന്റ്. ഇതെന്ന് പറയുമ്പോൾ എന്താണ്, കുട്ടികളിൽ കളികളും കായിക പ്രവർത്തനങ്ങളും ഏർപ്പെട്ടുകൊണ്ടാണ് കുട്ടി വികാസം പ്രാപിക്കുന്നത് എന്നതേ ഉള്ളൂ. പിന്നെ എലിസബത്ത് ബി ഹർലോക്ക് എന്ന വ്യക്തിയുടെ പേരും നിങ്ങൾ മറക്കരുത്. അടുത്ത വികാസം നമുക്ക് നോക്കാം, വൈജ്ഞാനിക വികാസം അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. വൈജ്ഞാനിക വികാസത്തെ വിശദീകരിച്ചത് പ്രധാനമായിട്ടും 2 മനഃശാസ്ത്രജ്ഞന്മാരാണ്. ഒന്ന് പിയാഷെയും ഒന്ന് ബ്രൂണറുമാണ്. പിയാഷെയും ബ്രൂണറിനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നതാണ് നമ്മുടെ ഈ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തില്. അപ്പൊ പിയാഷെ വൈജ്ഞാനിക വികാസത്തെ എങ്ങനെയാണ് വിശദീകരിച്ചത് നമുക്ക് നോക്കാം. പിയാഷെയുടെ വൈജ്ഞാനിക വികാസം.
ആദ്യം തന്നെ വികാസം അല്ലെങ്കിൽ വൈജ്ഞാനിക വികാസം എന്താണെന്ന് വെച്ചാല് ഒരു വ്യക്തി എന്താണ് ചിന്തിക്കുക, യുക്തിചിന്ത, അതേപോലെ ഭാഷ, അങ്ങനെയുള്ള എന്നിവയിലുള്ള കഴിവുകളാണ് അവരുടെ കഴിവുകളെ പുരോഗമന അതിനുള്ള വികാസം സംഭവിക്കുന്നതിലാണ് എന്തെന്ന് പറയുന്നത് വൈജ്ഞാനിക വികാസം എന്ന് പറയുന്നത്. ചിന്ത, യുക്തിചിന്ത, ഭാഷ എന്നിവയിലൊക്കെ ഉള്ള വികാസത്തിനെയാണ് പ്രധാനമായിട്ട് എന്തെന്ന് പറയുന്നത് വൈജ്ഞാനിക വികാസം അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പിയാഷെയുടെ വൈജ്ഞാനിക വികാസം നോക്കാം. ഇതിനകത്ത് പ്രധാനമായിട്ടും പിയാഷെ പറയുന്ന ഒരു ടേമാണ് സ്കീമ. സ്കീമ എന്ന് പറയുന്ന ടേം. സ്കീമ എന്ന് പറഞ്ഞാല് ഒരു വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളെയാണ് പിയാഷെ എന്തെന്ന് പറയുന്നത് സ്കീമ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കറിവിനെ ഒരു കുട്ടിക്ക് അറിയാവുന്ന ബേസിക് യൂണിറ്റ് ഓഫ് നോളജ്, ഈ ബേസിക് യൂണിറ്റ് ഓഫ് നോളജിനെയാണ് എന്തെന്ന് പറയുന്നത് സ്കീമ എന്ന് പറയുന്നത്. ഒരു കുട്ടിക്ക് അറിയാവുന്ന കാര്യങ്ങൾ, അത് പൂച്ചയാണ്, ഇത് കാറാണ്, ഇത് ഫുഡാണ്, അതേപോലെ എന്താണ് ഇത് ടോയ്സ് ആണ് എന്നുള്ള രീതിയിൽ കുട്ടിയിൽ അറിയുന്ന ബേസിക് യൂണിറ്റ് ഓഫ് നോളജിനെയാണ് പിയാഷെ സ്കീമ എന്ന് വിളിക്കുന്നത്. ഇങ്ങനത്തെ ഉള്ള സ്കീമകൾ കുട്ടി അനുഭവങ്ങളിലൂടെയും പരിസ്ഥിതിയിൽ നിന്നും ലഭിക്കുന്നതായിട്ട് കോമൺ ആയിട്ട് ലഭിക്കുന്നതാണ് ഇങ്ങനെയുള്ള സ്കീമകളെല്ലാം തന്നെ. അപ്പൊ സ്കീമ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാന ഘടകം, നിലവിലുള്ള അറിവിന്റെ അടിസ്ഥാന ഘടകം എന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് സ്കീമ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പിയാഷെ പറഞ്ഞ വേറൊരു ടേമാണ് എന്ത് സാംശീകരണം എന്ന് പറയുന്ന ടേം, അസിമിലേഷൻ. എന്തെങ്കിലും പറഞ്ഞു തന്നോ? ഓക്കെ, നമുക്ക് വരാം. ഓക്കെ. അപ്പൊ നമ്മൾ അടുത്ത ടേമാണ് എന്ത് പിയാഷെ പറഞ്ഞത് എന്ത് സാംശീകരണം എന്ന് പറയുന്നത്. സാംശീകരണം എന്ന് വെച്ചാല് എന്താണ്? നിലവിലുള്ള അറിവുകൾ ഉപയോഗിച്ച് പുതിയ സാഹചര്യത്തെ മനസ്സിലാക്കാൻ ഒരു കുട്ടി ശ്രമിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് സാംശീകരണം എന്ന് പറയുന്നത്. അതായത് ഒരു കുട്ടിക്ക് പൂച്ചയെ അറിയാം. അപ്പൊ ഈ പൂച്ചയെ അറിയാമോ ഈ കുട്ടി എന്താണ്? അതിനെ പൂച്ചയെ അറിയാലോ ഓൾറെഡി. അപ്പൊ ഒരു വലിയ നായ വരുന്നു. അപ്പൊ നായ വരുമ്പോ കുട്ടി എന്താണ്? വലിയ പൂച്ച അല്ലെങ്കിൽ പൂച്ച എന്ന് തന്നെ ആ നായയെ വിളിക്കുന്നു. അപ്പൊ കുട്ടിക്ക് അറിയത്തില്ല അതെന്താണ് നായയാണെന്ന് കുട്ടിക്ക് അറിയത്തില്ല. അപ്പൊ രക്ഷിതാവോ മുതിർന്നവരോ ആരെങ്കിലും പറഞ്ഞു കൊടുക്കും അതെന്താണ് പൂച്ചയല്ല, അത് നായയാണ് എന്ന് പറയുമ്പോൾ കുട്ടി അതിനെ എന്താണ് ഓക്കെ നിലവിലുള്ള അറിവിലേക്ക് കൂട്ടിച്ചേർക്കുന്നു. അത് നായയാണ്, അത് പൂച്ചയല്ല എന്ന് കുട്ടി മനസ്സിലാക്കുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് സാംശീകരണം എന്ന് പറയുന്നത്. സാംശീകരണവും സ്കീമയും. ഇനി അടുത്തൊരു ടേമാണ് നമ്മുടെ പിയാഷെ പറഞ്ഞത് സംസ്ഥാപനം എന്ന് പറയുന്ന ടേം. സംസ്ഥാപനം എന്ന് പറഞ്ഞാൽ അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയതായി കണ്ട ജീവിയെ പൂച്ചയല്ല നായയാണെന്ന് സ്കീമയിൽ മാറ്റം വരുത്തുന്നുണ്ട് നമ്മുടെ കുട്ടി. അപ്പം ഇത്തരത്തില് നിലവിലുള്ള സ്കീമകളിൽ മാറ്റം വരുത്തിയോ അല്ലെങ്കിൽ പുതിയ സ്കീമകൾ സൃഷ്ടിച്ചോ പുതിയ സന്ദർഭത്തെ നേരിടുന്നതിനെയാണ് സംസ്ഥാപനം എന്ന് പറയുന്നത്. അതായത് നേരത്തെ കുട്ടി എന്ത് ചെയ്തു? അത് പൂച്ചയല്ല എന്ന് വേറൊരു ആരെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോ ആ കുട്ടി അതിനെ എടുക്കുന്നു. എന്നിട്ട് കുട്ടി എന്ത് ചെയ്യുന്നു? ആ സ്കീമയിൽ തന്റെ വൈജ്ഞാനിക ഘടനയുള്ള സ്കീമയിൽ മാറ്റം വരുത്തുന്നു. അത് പൂച്ചയല്ല നായയാണെന്ന് കുട്ടി അവിടെ ഉറപ്പിക്കുന്നു, അവിടെ സ്ഥാപിക്കുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് സംസ്ഥാപനം എന്ന് പറയുന്നത്. അതായത് പുതിയ സന്ദർഭത്തെ എന്താണ് നിലവിലുള്ള സ്കീമകളിൽ മാറ്റം വരുത്തിയോ പുതിയ സ്കീമകൾ സൃഷ്ടിച്ചോ പുതിയ സന്ദർഭത്തെ നേരിടുന്നതാണ് സംസ്ഥാപനം അല്ലെങ്കിൽ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് സന്തുലീകരണമെന്നും അസന്തുലിതാവസ്ഥയെന്നും അങ്ങനെയൊക്കെ പറഞ്ഞ കുറച്ച് ടേം ഉണ്ട്. അതെന്താണെന്ന് വെച്ചാല് ഇപ്പൊ കുട്ടി സന്തുലീകരണത്തില് ഇക്വിലിബ്രിയേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയായിരിക്കും. അതായത് കുട്ടിയുടെ അറിവില് കുട്ടി എന്ത് ചെയ്യും? സന്തുലീകരണത്തിൽ ഇങ്ങനെ പോവുമായിരിക്കും. അതായത് കുട്ടിക്ക് അറിയാം അത് പൂച്ചയാണ്, എന്താണ് ഇലയാണ്, ഫുഡാണ്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കുട്ടിയുടെ അറിവുണ്ടല്ലോ. അങ്ങനെ ആ അറിവിൽ കുട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരിക്കും. അപ്പോഴാണ് ആ കുട്ടിയിൽ ഒരു പ്രശ്നം ഉടലെടുക്കുന്നത്. ഒരു നായ വരുന്നു. അപ്പൊ കുട്ടിയുടെ മനസ്സിൽ ഇത് എന്താണ് എന്നൊരു ക്വസ്റ്റ്യൻ കുട്ടിയുടെ മനസ്സിലുണ്ടാവുന്നു. ഈ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന ഈ ക്വസ്റ്റ്യൻ അതൊരു അസന്തുലിതാവസ്ഥയ്ക്ക്
അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാകുന്നു. മൈക്കൊന്ന് ഓഫ് ചെയ്യണേ. ഓക്കെ, അപ്പം ഈ കുട്ടിയിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നം അതൊരു അസന്തുലിതാവസ്ഥയിലേക്ക് പോകുന്നു. സന്തുലിതാവസ്ഥയിലായിരുന്ന ആ കുട്ടിയുടെ മനസ്സ് എന്താവുന്നു? അസന്തുലിതാവസ്ഥയിലാവുന്നു. അസന്തുലിതാവസ്ഥയിലാവുമ്പം കുട്ടി അതിനെ എന്ത് ചെയ്യുന്നു? സാംശീകരണത്തിലൂടെ നിലവിലുള്ള അറിവിൽ കൂട്ടിച്ചേർക്കുന്നു. കൂട്ടിച്ചേർത്ത് സംസ്ഥാപനത്തിലൂടെ പുതിയ സ്കീമ സൃഷ്ടിക്കുന്നു. ഇങ്ങനെ സാംശീകരണവും സംസ്ഥാപനവും ചേർന്നതാണ് എന്തെന്ന അനുരൂപീകരണത്തിലൂടെ കുട്ടി എന്ത് ചെയ്യുന്നു? അതിനെ സന്തുലീകരണത്തിൽ എത്തുന്നു. ഇങ്ങനെ ഒരു സൈക്കിളാണ് ഈ പിയാഷെയുടെ വൈജ്ഞാനിക ഘടനയിൽ പ്രധാനമായിട്ട് പറയുന്നത്. ഇങ്ങനൊരു ഒരു സൈക്കിൾ പോലെ സന്തുലിതാവസ്ഥ, അസന്തുലിതാവസ്ഥ, പിന്നെ സാംശീകരണം, സംസ്ഥാപനം, പിന്നെയും സന്തുലിതാവസ്ഥ. ഇങ്ങനെ ഒരു സൈക്കിളായിട്ടാണ് ഇത് പോകുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാല് ഈ വൈജ്ഞാനിക വികാസം പിയാഷെ പ്രധാനമായിട്ടും കുറച്ച് ഘട്ടങ്ങളായിട്ട് 4 ഘട്ടങ്ങളായിട്ട് തിരിച്ച് പിയാഷെ വിശദീകരിക്കുന്നുണ്ട്. ഇതില് 4 ഘട്ടങ്ങളുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 ഘട്ടങ്ങളാണ്. ഇന്ദ്രിയ ചാലക ഘട്ടം, പ്രാക് മനോവ്യാപാര ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം. അപ്പൊ നമുക്ക് ഓരോന്നും എന്താണെന്ന് എടുത്തു പറയാം. പെട്ടെന്ന് തന്നെ നോക്കിപ്പോകാം. ഒന്നാമത്തത് ഇന്ദ്രിയ ചാലക ഘട്ടം. ഈ ഇന്ദ്രിയ ചാലക ഘട്ടം എന്ന് പറയുന്ന ഘട്ടത്തില് പ്രധാനമായിട്ടും ജനനം മുതൽ 2 വയസ്സ് വരെയാണ് ഇതിന്റെ പ്രായം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? കുട്ടി റിഫ്ലക്സുകള്, സംവേദനം, ചലനം തുടങ്ങിയവയിലൂടെ ചുറ്റുപാടിൽ നിന്നും ഗ്രഹിക്കുന്ന ഘട്ടമാണ്. അതായത് എന്താണ്? വേദനയും രുചിയും അതൊക്കെയാണ് സംവേദനം, റിഫ്ലക്സ് എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുട്ടി ചുറ്റുപാടിൽ നിന്ന് പഠിക്കുന്ന ഒരു ഘട്ടമാണ് ഈ ഘട്ടം. ഈ ഘട്ടത്തിൽ കുട്ടി മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ സംഭവങ്ങളെ ഓർത്തു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ പ്രധാനമായിട്ടുള്ളൊരു ടേമാണ് എന്ത്? വസ്തുസ്ഥൈര്യം അല്ലെങ്കിൽ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത്. ഈ ഒബ്ജക്റ്റ് പെർമനൻസ് വരുന്ന ഒരു ഘട്ടമാണ് ഈ ഘട്ടം. അതെന്താണെന്ന് വെച്ചാൽ ഒരു വസ്തു കൺമുന്നിൽ നിന്നും മറഞ്ഞാലും അത് അവിടെ നിലനിൽക്കുന്നു എന്ന തോന്നലാണ് ഈ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കുട്ടി കളിപ്പാട്ടമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ പെട്ടെന്ന് ആ കുട്ടിയുടെ മുന്നിൽ നിന്ന് കളിപ്പാട്ടത്തെ ഒരു വ്യക്തി എടുത്ത് മാറ്റുമ്പോൾ കുട്ടി അതിന് മൈൻഡ് ചെയ്യാതെ പിന്നെയും ആ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ എന്താണ്? ആ കുട്ടി അവിടെ അത് ഉണ്ട് എന്നുള്ള രീതിയിൽ കുട്ടി പിന്നെയും കളി തുടരുന്നു. പക്ഷെ അതേ മറിച്ച് ഒരു വലിയ കുട്ടി 5 or 6 വയസ്സ് പ്രായമുള്ള കുട്ടിയില് ഇതേപോലെ ഒരു ആക്ഷൻ നടക്കുമ്പോൾ കുട്ടി എന്ത് ചെയ്തു? നമ്മുടെ അടുത്ത് വന്ന് അതിനെ പോക്കറ്റിലും നമ്മുടെ കൈകളിലും എല്ലാം പരതി നോക്കുന്നു. അതെന്താണ്? കുട്ടിക്ക് അറിയാം അത് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് എന്നുള്ള രീതിയിൽ കുട്ടി അത് നോക്കുന്നു. ഈ ഘട്ടത്തില് അങ്ങനെ ചെയ്യുന്നില്ല ഈ 2 വയസ്സ് പ്രായമുള്ള കുട്ടികൾ. ഇതാണ് വസ്തുസ്ഥൈര്യം അല്ലെങ്കിൽ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് എന്താണ്? റിഫ്ലക്സ് പ്രവർത്തനങ്ങളിൽ നിന്നും ബോധപൂർവമായ പ്രവർത്തനങ്ങളിലേക്കുള്ള മാറ്റം ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ്. കുട്ടികൾ ഓരോ റിഫ്ലക്സുകളും പഠിക്കുന്നതും ഈ ഘട്ടത്തിലാണ്. ഈ ഘട്ടത്തിന്റെ അവസാനമാകുമ്പോൾ കുട്ടികൾ എന്താണ്? ഓരോ റിഫ്ലക്സുകളെ മനസ്സിലാകും. ചൂടേതാണ്, തണുപ്പേതാണ് എന്നുള്ള രീതിയിൽ എല്ലാ റിഫ്ലക്സുകളെ, വേദന, എല്ലാ റിഫ്ലക്സുകളും കുട്ടി പഠിച്ചിരിക്കും. അപ്പം കുട്ടിക്ക് മനസ്സിലാവും, ഓ ചൂട്, തീയിൽ തൊട്ടാൽ കൈ പൊള്ളും, അതുകൊണ്ട് കുട്ടി ബോധപൂർവം അതിനെ മാറ്റം വരുത്തും. അതേപോലെ ചൂടുള്ള വസ്തുവിൽ തൊട്ടാൽ കൈക്ക് കേടുവരും, അതുകൊണ്ട് എന്ത് ചെയ്യും? ഒരു കുട്ടിയുടെ ബോധപൂർവമായിട്ട് കുട്ടി അതിനെ മാറ്റുന്ന ഘട്ടമാണ് ഇന്ദ്രിയ ചാലക ഘട്ടം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഘട്ടമാണ് എന്തെന്ന് പറയുന്നത്? പ്രാക് മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്ന ഘട്ടം. ഈ ഘട്ടത്തില് 2 മുതൽ 7 വയസ്സ് വരെയാണ് ഈ ഘട്ടം നിലനിൽക്കുന്നത് കുട്ടികളില്. അപ്പം ഈ ഘട്ടത്തിൽ പ്രധാനമായിട്ടും ഭാഷ വികസിക്കുന്നുണ്ട്. സിംബൽസ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? കുട്ടികള് ഓരോ കാര്യങ്ങള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഘട്ടമാണ് ഈ ഘട്ടം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും കുട്ടി എന്താണ്? ബൗ ബൗ എന്ന് കുട്ടി നമ്മളെടുത്തെന്ന് പറയുമ്പം നമ്മൾ എന്ത് ചെയ്യും? ഓ കുട്ടി പറയുന്ന നായെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ മീൻ ചെയ്തെടുക്കും. അതേപോലെ ഡ്രിങ്കിങ്ങിന് ഇങ്ങനെ ഒരു ആക്ഷൻ കാണിക്കും. അതുപോലെ കുട്ടി കമ്പൊക്കെ എടുത്ത് ഇങ്ങനെ അതെന്റെ ബേബിയാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ അതിനെ കൊണ്ടു നടക്കുകയും താലോലിക്കുകയും ഒക്കെ ചെയ്യും ഈ ഘട്ടത്തില്. അതാണ് പറയുന്നത് എന്താണ്? സിംബൽസ് യൂസ് ചെയ്യുന്ന ഒരു ഘട്ടമാണ് പ്രാഗ്മനോ വ്യാപാര ഘട്ടം അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്ന ഈ ഘട്ടം. പിന്നെ അത് കൂടെ തന്നെ
സ്വന്തം വീക്ഷണകോണിലൂടെ മാത്രം നോക്കിക്കാണുന്നു ഈ ഘട്ടത്തിൽ. ഈഗോസെൻട്രിക് തോട്ട് എന്ന് പറയുന്ന ഒരു സാധനം വരുന്നത് ഈ ഘട്ടത്തിലാണ്. അതായത് കുട്ടി വിചാരിക്കുന്നു എന്താണ്, എന്നെ ചുറ്റിപ്പറ്റിയാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്, ഞാനാണ് എല്ലാത്തിന്റെയും കേന്ദ്രം എന്നുള്ള രീതിയിൽ കുട്ടി ചിന്തിക്കുന്നു. ഞാൻ ഉണരുമ്പോൾ പ്രഭാതമാകുന്നു എന്നുള്ള രീതിയിൽ കുട്ടി ചിന്തിക്കുന്ന ഒരു ഘട്ടമാണ് പ്രാക് മനോവ്യാപാര ഘട്ടത്തിലെ ഘട്ടം. അതേപോലെ തന്നെ ഒരു ദിശയിലേക്ക് മാത്രം ചിന്തിക്കുവാൻ കഴിയുന്നു. ടീച്ചറെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടാ. ചോദിച്ചോളൂ. ഈ ഈഗോസെൻട്രിസം എന്ന് പറയുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജിലല്ലേ? ഈഗോസെൻട്രിക്സം അല്ല, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് ഈഗോസെൻട്രിക് തോട്ട്. അതെ, ഞാൻ വേറൊരു ക്ലാസ്സിൽ കേട്ടത് അങ്ങനെയാ, ഈഗോസെൻട്രിസം. ഓക്കെ ഓക്കെ, അപ്പൊ ഇത് രണ്ടാമത്തെ ഘട്ടത്തിലാണ് കേട്ടോ. പ്രാഗ് മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് ഈഗോസെൻട്രിക് തോട്ട് വരുന്നത്, കേന്ദ്രീകൃത ചിന്തനം എന്നൊക്കെ പറയുന്നത്. പിന്നെ അടുത്ത പോയിന്റ് ആണ് ഒരു ദിശയിലേക്ക് മാത്രം ചിന്തിക്കുവാൻ കഴിയുന്നു, അതായത് ഇറിവേഴ്സിബിലിറ്റി. അതായത് കുട്ടികൾ ഈ പ്രായത്തിലുള്ള കുട്ടികൾ 2 മുതൽ 7 വയസ്സ് വരെ ഉള്ള കുട്ടികൾ ചിന്തിക്കുന്നു എന്താണ്, കുട്ടികളോട് ഒരു കാര്യം പറഞ്ഞാല് ആ കുട്ടി അതേ ദിശയിലോട്ട് മാത്രമേ നോക്കി കാണത്തുള്ളൂ. അതായത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 5+3 = 8 എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടി ഓക്കെ 5+3 8 ആണ്, എന്നാൽ 5-3 എന്ന് പറയുന്നത് 2 ആണ് എന്ന് കുട്ടി തിരിച്ചവിടെ ചിന്തിക്കുന്നില്ല. അതേപോലെ അനുവിന്റെ അനിയത്തിയാണ് മീനു എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു, കുട്ടി ഓക്കെ അത് എടുക്കുന്നു. മീനു അനുവിന്റെ ആരാണെന്ന് തിരിച്ചു കുട്ടിയോട് ചോദിച്ചാൽ കുട്ടി അവിടെ കൺഫ്യൂസ്ഡ് ആയി പോകും ഈ ഘട്ടത്തിൽ. അതാണ് എന്തെന്ന് പറയുന്നത്, ഒരു ദിശയിലേക്ക് മാത്രം ചിന്തിക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ ഇറിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് അനിമിസം എന്ന് പറയുന്നത്. ഈ സവിശേഷത എന്ന് വെച്ചാൽ കുട്ടികൾ എല്ലാവർക്കും ജീവനുണ്ട് എന്നുള്ള രീതിയിൽ ബിഹേവ് ചെയ്യുന്നു. എന്താ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, കളിപ്പാട്ടങ്ങളൊക്കെ എടുത്തോണ്ട് പോയി കുട്ടികൾ എന്ത് ചെയ്യും, അതിന് കുളിപ്പിക്കും, അതിന് ഫുഡ് കൊടുക്കും. അതേപോലെ അതിന് ജീവനുണ്ട്, എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട് എന്നുള്ള രീതിയിൽ ബിഹേവ് ചെയ്യും. ഇതാണ് അനിമിസം. ഇത്രയും കാര്യങ്ങളാണ് പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിൽ പറയുന്നത്. ഭാഷ വികസിക്കുന്നു, സിമ്പിൾസ് യൂസ് ചെയ്യുന്നു, ഈഗോസെൻട്രിക് തോട്ട്, അനിമിസം, പിന്നെ ഇറിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ പിയാഷെ പറയുന്നത്. മൂന്നാമത്തെ ഘട്ടമായിട്ടുള്ള എന്താണ്, മൂർത്ത മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്ന ഈ സ്റ്റേജിൽ പ്രധാനമായിട്ടും വരുന്ന പ്രായം എന്ന് പറയുന്നത് 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയാണ്. 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെ. ഈ വയസ്സിൽ കുട്ടി തന്റെ മുന്നിൽ അനുഭവവേദ്യമായ പ്രശ്നങ്ങളെ കുറിച്ച് യുക്തിപൂർവ്വം ചിന്തിക്കുന്നു. അതായത് മൂർത്തമായ പ്രശ്നങ്ങളിൽ മാത്രം കുട്ടി യുക്തിപൂർവമായിട്ട് ചിന്തിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് എന്താണ്, കുട്ടി നേരിട്ട് കാണുകയോ കേൾക്കുകയോ നേരിട്ട് അവിടെ കുട്ടി ഉള്ളപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെ കുട്ടി എന്ത് ചെയ്യുന്നു, യുക്തിപൂർവ്വം ചിന്തിക്കുന്ന ഘട്ടമാണ് എന്തെന്ന് പറയുന്നത് മൂർത്ത മനോവ്യാപാര ഘട്ടം. ഇതിനകത്ത് പ്രധാനമായിട്ടും വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ കൺസർവേഷൻ ആർജിക്കുന്ന ഘട്ടം. അതായത് എന്താണ്, മെഷർമെന്റ്, ക്വാണ്ടിറ്റി, ക്വാളിറ്റി, മെഷേഴ്സ്, ലെങ്ത്, വെയിറ്റ്, വോളിയം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കുട്ടിക്ക് ഒരു ഏകദേശ ധാരണ കിട്ടുന്ന ഒരു ഘട്ടമാണ് ഈ ഘട്ടം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കുട്ടി എന്താണ്, പ്രത്യാവർത്തനത്തിലുള്ള കഴിവ് നേടുന്ന ഘട്ടം. അതായത് കഴിഞ്ഞ ഘട്ടത്തില് പ്രാഗ് മനോവ്യാപാര ഘട്ടത്തില് കുട്ടി ഒരു ദിശയിലേക്ക് മാത്രം ചിന്തിക്കുകയാണെങ്കിൽ ഈ ഘട്ടത്തിൽ എന്താണ്, കുട്ടി തിരിച്ചും ചിന്തിക്കുന്നു. ഓക്കെ, ടീച്ചർ ഒരു കാര്യം പറഞ്ഞു, 5+3 8 ആണ്. അപ്പം കുട്ടി തന്നെ ചിന്തിക്കുന്നു 5-3 എന്ന് പറയുന്നത് 2 ആണെന്ന് കുട്ടി തന്നെ അവിടെ ചിന്തിച്ചെടുക്കുന്നു. അതേപോലെ എന്താണ്, അനുവിന്റെ അനിയത്തിയാണ് മീന എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ മീന അനുവിന്റെ ആരാണെന്ന് ചോദിക്കുമ്പോൾ ചേച്ചിയാണ് എന്ന് ആ കുട്ടി തന്നെ എന്ത് ചെയ്യുന്നു, ആരും ചോദിക്കാതെ തന്നെ കുട്ടിയുടെ ഉള്ളിൽ തന്നെ ഉടലെടുക്കുന്നു. അതായത് പ്രത്യാവർത്തനത്തിലുള്ള കഴിവ് കുട്ടി നേടുന്ന ഘട്ടമാണ് മൂർത്ത മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രായം എന്ന് പറയുന്നത് 7 മുതൽ 11 വയസ്സാണ്. അടുത്ത ഘട്ടമാണ് ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്ന ഘട്ടം. ഈ ഘട്ടത്തില് പ്രധാനമായിട്ടും കുട്ടികൾ എന്താണ്, പരികൽപ്പനകൾ രൂപീകരിക്കുകയും അഥവാ പരിശോധിക്കുകയും ചെയ്യുന്ന ഘട്ടമാണ് ഈ ഘട്ടം എന്ന് പറയുന്നത്. അതായത് എന്താണ്, പ്ലാനിങ്ങോട് മാത്രം കുട്ടികൾ കാര്യങ്ങൾ, പ്ലാനിങ്ങിലും ഊഹത്തിലും ഒക്കെ കുട്ടികൾ നേരത്തെ ഉള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കാണുന്ന ഒരു ഘട്ടമാണ് ഈ ഘട്ടം എന്ന് പറയുന്നത്. അമൂർത്തമായ പ്രശ്നങ്ങളെ യുക്തിപൂർവ്വം പരിഹരിക്കുന്നു. കഴിഞ്ഞ ഘട്ടത്തിൽ മൂർത്തമായിട്ടുള്ള പ്രശ്നങ്ങളെയാണ് കുട്ടികൾ പരിഹരിച്ചുകൊണ്ടിരുന്നെങ്കിൽ
ഈ ഘട്ടത്തില് അമൂർത്തമായിട്ടുള്ള, അതായത് നേരിട്ട് കാണാൻ കഴിയാത്ത പ്രശ്നങ്ങളെ വരെ കുട്ടി എന്ത് ചെയ്തു, യുക്തിപൂർവം ചിന്തിച്ച് പരിഹരിക്കുന്നു എന്നുള്ളതാണ്. അടുത്തതാണ് നീതിബോധം, സത്വബോധം എന്നിവയെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ. അതായത് കുട്ടികൾക്ക് ധർമ്മവും സത്യവും നീതി, ഏത് ശരി ഏത് തെറ്റ് എന്നുള്ള രീതിയിൽ കുട്ടിയുടെ ഒരു ധാർമ്മിക ബോധം വളരുന്ന ഘട്ടമാണ് ഈ ഘട്ടം എന്ന് പറയുന്നത്. ഇതാണ് പിയാഷെ വൈജ്ഞാനിക വികാസത്തെ 4 ഘട്ടങ്ങളിലായിട്ട് തിരിച്ചുകൊണ്ട് ഓരോന്നിന്റെയും സവിശേഷതകൾ ഇതാണ്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് വൈജ്ഞാനിക വികാസം. ടീച്ചറെ 4ാം ഘട്ടത്തിന്റെ ഏജ് എങ്ങനെയാണ് ടീച്ചറെ? 4ാം ഘട്ടത്തിന്റെ ഏജ് 11 വയസ്സിന് മുകളിലോട്ടാണ്. 11 വയസ്സിന് മുകളിലാണ് 4ാം ഘട്ടത്തിന്റെ ഏജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. വൈജ്ഞാനിക വികാസ ബ്രൂണറിൽ എങ്ങനെയാണ് ബ്രൂണർ വിശദീകരിച്ചത് എന്ന്. ഇവിടെ പിയാഷെ 4 ഘട്ടങ്ങളായിട്ട് തിരിച്ച് 4 ഘട്ടത്തിലും ഓരോ പ്രായപരിധി പറഞ്ഞിട്ടാണ് വൈജ്ഞാനിക വികാസത്തെ വിശദീകരിച്ചത്. എന്നാൽ ബ്രൂണർ ഇവിടെ എന്ത് ചെയ്തു, ഈ പറയുന്നത് പ്രായത്തിന്റെ കാര്യം ബ്രൂണർ പറയുന്നില്ല. ബ്രൂണർ ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിലും പ്രായം വെച്ചിട്ടല്ല ഇത് തിരിച്ചേക്കുന്നത്. ഏതൊരു വ്യക്തിയെയും ഏത് പ്രായത്തിലും എന്തും പഠിപ്പിക്കാം എന്നുള്ള രീതിയിലാണ് ബ്രൂണർ പറയുന്നത്. പ്രായത്തിന്റെ അടിസ്ഥാനത്തിലല്ല ബ്രൂണറിന്റെ വൈജ്ഞാനിക വികാസം സാധ്യമാകുന്നത്. അപ്പൊ ബ്രൂണറിന്റെ നോക്കാം. ബ്രൂണർ ആശയ രൂപീകരണ പ്രക്രിയ അല്ലെങ്കിൽ വൈജ്ഞാനിക വികാസം 3 ഘട്ടങ്ങളിലൂടെ നടക്കുന്നു എന്നാണ് ബ്രൂണർ പറഞ്ഞിട്ടുള്ളത്. 1ാമത്തെ ഘട്ടമാണ് പ്രവർത്തന ഘട്ടം, അതായത് ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. 2ാമത്തെ ഘട്ടം ബിംബന ഘട്ടം. 3ാമത്തെ ഘട്ടമാണ് പ്രതിരൂപാത്മക ഘട്ടം അല്ലെങ്കിൽ സിംബോളിക് സ്റ്റേജ് എന്ന് പറയുന്ന ഘട്ടം. ആദ്യത്തെ ഘട്ടമായിട്ടുള്ള പ്രവർത്തന ഘട്ടത്തിൽ ബ്രൂണർ പറയുന്നു, പ്രവർത്തനത്തിലൂടെ കുട്ടികൾ പഠിക്കുന്നു. അതായത് കുട്ടികൾ എന്താണ്, ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടുകൊണ്ടാണ് കുട്ടികൾ കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കുന്നത്. മൂർത്തമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ, അതായത് നേരിട്ട് കണ്ടും തൊട്ടും എല്ലാം പഠിച്ചുകൊണ്ട്. ഓക്കെ. അപ്പൊ കുട്ടികള് ഇവിടെ പറയുന്നത് പ്രവർത്തനത്തിലൂടെ കുട്ടി പഠിക്കുന്നു എന്നാണ് ബ്രൂണർ പറയുന്നത്. അതായത് എന്താണ്, ഇത് ഇലയാണ്, ഇത് പേനയാണ് എന്ന് കുട്ടി തൊട്ടും കണ്ടും ഒക്കെ പഠിക്കുന്നതിനെയാണ് പ്രവർത്തന ഘട്ടം എന്ന് പറയുന്നത്. മൂർത്തമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കുട്ടി പഠിക്കുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്രവർത്തന ഘട്ടം എന്ന് പറയുന്നത്. അടുത്ത ഘട്ടമാണ് എന്താ പറയുക, ബിംബന ഘട്ടം അല്ലെങ്കിൽ ഐക്കോണിക് സ്റ്റേജ് എന്ന് പറയുന്ന ഘട്ടം. ഈ ഘട്ടത്തില് കുട്ടികളുടെ മനോചിത്രങ്ങളുടെ ആ ആവിഷ്കാരമാണ്. അതായത് കുട്ടികൾ ഓരോ കാര്യങ്ങൾ ഓർത്തു വെച്ച് അതിനെ ചിത്രങ്ങളിലൂടെയും അല്ലാതെ തന്നെ എന്താണ്, ഓരോ വ്യക്തികള്, വസ്തുക്കള്, സംഭവങ്ങള്, ഇതേപോലുള്ള കാര്യങ്ങളെല്ലാം ഓരോ മനോബിംബങ്ങളായിട്ട് കുട്ടികൾ ഇതാക്കുകയും ചിത്രങ്ങളിലൂടെ ആവിഷ്കരിക്കുകയും ഒക്കെ ചെയ്യുന്നതിനെയാണ് ബിംബന ഘട്ടം അല്ലെങ്കിൽ ഐക്കോണിക് സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഘട്ടമാണ് പ്രതിരൂപാത്മക ഘട്ടം അല്ലെങ്കിൽ സിംബോളിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജിൽ അമൂർത്ത ചിന്തനത്തിലുള്ള കഴിവുണ്ടായിരിക്കും ഈ കുട്ടിക്ക്. അതായത് എന്താണ്, ഒരു കാര്യം പറയുമ്പോൾ തന്നെ കുട്ടി അവിടെ ഇല്ലേ, ഒരു കാര്യം ഭാവനയിൽ തന്നെ കുട്ടിക്ക് ആ പ്രശ്നം എന്താണ് എന്ന് ഓർത്തെടുക്കാൻ ആ കുട്ടിയെ കൊണ്ട് കഴിയും. അതാണ് അമൂർത്ത ചിന്തനം എന്ന് പറയുന്നത്. ഇപ്പൊ നേരിട്ട് കാണാനോ തൊടാനോ ഒന്നും ഇല്ലാതെ, നേരിട്ടൊന്നും ഇല്ലാതെ കുട്ടി ഭാവനയിൽ തന്നെ ഇല്ലാത്തൊരു കാര്യത്തിനെ ചിന്തിച്ച് ആ പ്രശ്നത്തിനെ സോൾവ് ചെയ്യാൻ കുട്ടിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിനെയാണ് അമൂർത്ത ചിന്തനത്തിലുള്ള കഴിവ് എന്ന് പറയുന്നത്. അമൂർത്ത ചിന്തനത്തിലുള്ള കഴിവ് ആ കുട്ടിയിൽ ഉണ്ടാവുന്ന ഘട്ടമാണ് പ്രതിരൂപാത്മക ഘട്ടം. ഈ ഘട്ടം എപ്പോഴും ക്വസ്റ്റ്യൻസ് കണ്ട് ചോദിച്ചിട്ടുണ്ട്. 3ാമത്തെ ഘട്ടം ഏത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘട്ടം ഏത്, ബ്രൂണറിന്റെ വൈജ്ഞാനിക വികാസത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഘട്ടത്തിൽ കുട്ടിയുടെ ഭാഷ നല്ല രീതിയിൽ വികസിക്കുന്ന ഒരു ഘട്ടമാണ്. അതേപോലെ ആശയ പ്രകാശനത്തിനും നടക്കുന്ന ഒരു ഘട്ടമാണ് ഈ ഘട്ടം എന്ന് പറയുന്നത്. അതായത് കുട്ടികൾ ഭാഷയിലൂടെ തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന ഒരു ഘട്ടം. ഭാഷയിലൂടെ, അതായത് ഒരു ലാംഗ്വേജിലൂടെ കുട്ടികളോട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ കുട്ടിക്ക് അത് ഈസി ആയിട്ട് കുട്ടിയിൽ അത് എത്തുന്ന ഒരു ഘട്ടമാണ് ഇതെന്ന്. ഇപ്പൊ ഒരു ടോപ്പിക്ക് കൊടുക്കുകയാണ് കുട്ടിക്ക്, മാർക്കറ്റ് എന്നൊരു ടോപ്പിക്ക് കൊടുത്താൽ ആ കുട്ടി എന്ത് ചെയ്യുന്നു, അതിനെ ചിന്തിച്ച് കുട്ടി കണ്ട മാർക്കറ്റ് എന്താണ് എന്ന് ചിന്തിച്ച് ആലോചിച്ച് അമൂർത്തമായിട്ട് ചിന്തിച്ച് ആലോചിച്ച് കുട്ടി തന്നെ ഒരു വിവരണം പോലെ ഇപ്പൊ എഴുതുവാണെങ്കിൽ അത് അവിടെ നടക്കുന്നത് എന്താണ്, പ്രതിരൂപാത്മക ഘട്ടം ആണ് എന്നാണ് ബ്രൂണർ പറയുന്നത്. ഈ 3 ഘട്ടങ്ങളാണ് ആശയ രൂപീകരണ പ്രക്രിയ ബ്രൂണർ വൈജ്ഞാനിക വികാസത്തിലൂടെ കൊണ്ടുവന്നത്. അതുപോലെ ബ്രൂണർ കൊണ്ടുവന്ന
കുറച്ച് കാര്യങ്ങളാണ്. ചാക്രികാരോഹണ രീതിയും കണ്ടെത്തൽ പഠനവും ആശയദാന മാതൃകവും. കണ്ടെത്തൽ പഠനവും ആശയദാന മാതൃകയും ഏകദേശം ഒരുപോലെ തന്നെയാണ് എന്തെന്ന് പറയുന്നത് ബ്രൂണറിന്റെ വികാസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. നമുക്ക് കണ്ടെത്തൽ പഠനം എന്താണെന്ന് വെച്ചാല്, കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്. അപ്പൊ അവൻ തന്നെ അതിന്റെ സ്വയം കണ്ടെത്തി ആ പ്രശ്നത്തെ സോൾവ് ചെയ്യുന്നതാണ് അവിടെ എന്തെന്ന് പറയുന്നത് കണ്ടെത്തൽ പഠനം അല്ലെങ്കിൽ ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്നത്. ഒരു കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്നു, അവൻ തന്നെ അതിനെ കണ്ടെത്തി ആ പ്രശ്നത്തെ കണ്ടെത്തി അവൻ തന്നെ അത് സോൾവ് ചെയ്യുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, കുട്ടികൾക്ക് നമ്മളിപ്പം എന്തെങ്കിലും അസൈൻമെന്റ്സ് എന്തെങ്കിലും കൊടുക്കുമ്പോൾ കുട്ടികൾ തന്നെ എന്ത് ചെയ്യുന്നു, അതിനെ നിരീക്ഷിച്ച് അതിനെ സോഴ്സ് കണ്ടുപിടിച്ച് അതിന്റെ ഡീമെറിറ്റ്സും മെറിറ്റ്സും ഒക്കെ കുട്ടികൾ തന്നെ എല്ലാം ഒറ്റയ്ക്ക് കണ്ടെത്തി പഠിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്നത്. ഇതിനകത്ത് കുറച്ച് മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. നിരീക്ഷണം, തരംതിരിക്കൽ, അളക്കൽ, പ്രവചിക്കൽ, വിശദീകരണം, നിഗമനത്തിലെത്തൽ, ഇങ്ങനെ കുറച്ച് പോയിന്റ്സ് മാനദണ്ഡങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇതിലൊന്നും കാര്യമില്ല, നിങ്ങൾ ഈ ടേം എന്താണ്, ഈ ടേം ആരുടേതാണ്, അത് മാത്രം ഇതിനകത്ത് നോക്കുക കേട്ടോ. മറ്റേ ബ്രൂണറിന്റെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളല്ല ഇത്. കണ്ടെത്തൽ പഠനം എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക, ആരുടേതാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഈ നിരീക്ഷണം തരംതിരിക്കലൊന്നും കിട്ടിയില്ലെങ്കിലും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, എന്നാലും നോക്കി വെക്കുക എല്ലാം. അടുത്തതെന്ന് പറഞ്ഞാല് എന്താണ് ചാക്രികാരോഹണ രീതിയാണ്, അല്ലെങ്കിൽ സ്പൈറലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ, നമ്മുടെ കേരളത്തിലുള്ള വിദ്യാഭ്യാസ രീതിയിൽ ഏറ്റവും കൂടുതലുള്ള ഒരു മെത്തേഡാണ് ചാക്രികാരോഹണ രീതി. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സ്പീഡ് കൂടി പോകുന്നുണ്ടോ? സ്പീഡ് കൂടുതലാണ്. സ്പീഡ് കൂടുതലാണല്ലേ? ഓക്കെ, ഇന്ന് നോക്കാം കേട്ടോ. കുറച്ച് ടോപ്പിക്ക് വൈഡ് ആയിട്ട് ഉള്ളതുകൊണ്ടാണ് ഇത്തിരി ഇതായിട്ട് പോകുന്നത് കേട്ടോ. നമുക്ക് ഇതെല്ലാം എടുക്കണ്ടേ? ഓക്കെ, അപ്പം ചാക്രികാരോഹണ രീതി എന്ന് പറഞ്ഞാല് എന്താണ്? സ്പൈറൽ മെത്തേഡ്. അതായത് ഒരു നേടിയ അറിവിന്മേൽ നിരന്തരം പുതിയ അറിവ് ചേർത്ത് കൂടുതൽ ആഴത്തിലും വ്യാപ്തിയിലേക്കും പോവുക എന്നതാണ് പഠന രീതി കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഒരു കുട്ടി ഒരു അറിവ് നേടി അതിന്മേല് നിരന്തരം പുതിയ അറിവ് ചേർത്ത് കൂടുതൽ ആഴത്തിലേക്കും വ്യാപ്തിയിലേക്കുള്ള പഠനത്തിനെയാണ് എന്തെന്ന് പറയുന്നത് ചാക്രികാരോഹണ രീതി അല്ലെങ്കിൽ സ്പൈറലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ എന്താണ് ആദ്യം പഠിക്കുന്നത്? സംഖ്യകളായിരിക്കും. ആദ്യം സംഖ്യകൾ പഠിക്കും, ശേഷം എന്ത് പഠിക്കും? കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പഠിക്കും. ശേഷം ഗുണിക്കാൻ പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ്? ഹരണം പഠിക്കുന്നു. അത് കഴിഞ്ഞ് കുട്ടികൾ ഇക്വേഷൻസിലൂടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പഠിക്കുന്നു. മനക്കണക്കിലൂടെ തന്നെ ലാസ്റ്റ് കുട്ടി എന്താ ചെയ്തു? മനക്കണക്ക് പറയുമ്പോഴേ ഒരു കണക്ക് പറയുമ്പോഴേ കുട്ടി പേനയും പേപ്പറും ഒന്നും എടുക്കാതെ തന്നെ യുക്തിപൂർവ്വം ചിന്തിച്ച് അതിന്റെ ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഈ രീതി എങ്ങനെയാണ്? നമ്മൾ ഓരോ സ്റ്റേജിലായിട്ടാണ് ഒറ്റയടിക്കൽ എല്ലാം പഠിപ്പിക്കുന്നത്. എല്ലാം ഓരോ സ്റ്റേജിലായിട്ട് ഓരോന്നായിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? മുമ്പ് പഠിച്ച കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ആഴത്തിലുള്ള പഠനം. എക്സാമ്പിൾ വേറെ പറയുകയാണെങ്കിൽ എന്താണ്? ജലം, ജലാശയം, പിന്നെ എന്താണ് നദികള്, അങ്ങനെ പഠിച്ചു പോകത്തില്ല. നമ്മൾ ചെറിയ ക്ലാസ്സിൽ നിന്ന് വലിയ ക്ലാസ്സിലോട്ട് കൂടുതൽ ആഴത്തിലാണ് ഓരോന്നും പഠിച്ചു വരുന്നത്. അതേപോലെ പറയാൻ ജന്തുക്കള്, ആ ജന്തുക്കളുടെ സവിശേഷതകള്, അതിന്റെ ആഹാര സമ്പാദന രീതികള്, ഇങ്ങനെ ഓരോരോ കാര്യങ്ങള് എക്സാമ്പിൾ വെച്ചിട്ട് അല്ലെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? ചെറുതായിട്ട് പഠിച്ചിട്ട് അതിനകത്ത് വേറെ അറിവ് കൊടുത്ത് അതിനെ വലുതാക്കി എന്താണ് നല്ല ആഴത്തിലുള്ള എന്താക്കും? ആഴത്തിലേക്കും വ്യാപ്തിയിലേക്കും ഉള്ള പഠന രീതിയാണ്. ഇങ്ങനെ ആഴത്തിലും വ്യാപ്തിയിലും പഠിക്കുന്ന ഈ രീതിയാണ് എന്തെന്ന് പറയുന്നത് ചാക്രികാരോഹണ രീതി എന്ന് പറയുന്നത്. ഇത് മനസ്സിലായോ? ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ആശയദാന മാതൃകയാണ്. ആശയദാന മാതൃക എന്ന് പറയുന്നതും കണ്ടെത്തൽ പഠന രീതിയിൽ അധിഷ്ഠിതമായിട്ട് ഒന്ന് തന്നെയാണ് ഈ ആശയദാന മാതൃകയും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് കുറച്ച് മാനദണ്ഡങ്ങൾ വെക്കുന്നുണ്ട്. എന്താണ്? നിരീക്ഷണം, താരതമ്യം, തരംതിരിക്കൽ, നിഗമനത്തിലെത്തൽ. ഈ ഒരു രീതിയിൽ കുട്ടികൾ ഓരോ അറിവ് നേടുന്നു, അതിനെ എന്ത് ചെയ്യുന്നു? നിരീക്ഷിക്കുന്നു, താരതമ്യം ചെയ്യുന്നു, തരംതിരിക്കുന്നു. ഇങ്ങനെയുള്ള രീതിയിലുള്ള ഓരോരോ കോൺസെപ്റ്റുകൾ അറ്റൈൻ ചെയ്യുന്നതിനെയാണ്
എന്തെന്ന് പറയുന്നത് ആശയദാന മാതൃക എന്ന് പറയുന്നു. ഇത് ഇത്രയാണ് ബ്രൂണറിന്റെ വൈജ്ഞാനിക വികാസത്തിൽ പറയുന്നത്. പ്രധാനമായിട്ടും പ്രവർത്തന ഘട്ടം. അതിന് ഇംഗ്ലീഷ് ഒന്ന് പറയൂ ടീച്ചറെ, ലാസ്റ്റത്തെ കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ. കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ ആണ് ആശയദാന മാതൃക എന്ന് പറയുന്നത്. ചാക്രികാരണ രീതിയാണെങ്കിൽ സ്പൈറലിംഗ് മെത്തേഡും, കണ്ടെത്തൽ പഠനം ഡിസ്കവറി ലേണിംഗ്. ഓക്കെ, മൈക്ക് ഒന്ന് ഓഫ് ചെയ്യണേ. മൈക്ക് ഒന്ന് ഓഫ് ചെയ്യണേ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വികാസം, അടുത്ത ഡെവലപ്മെന്റ് ഏതാന്ന് നോക്കാം. അടുത്ത ഡെവലപ്മെന്റ് വൈകാരിക വികാസമാണ്. വൈകാരിക വികാസമാണ്. നമ്മളിപ്പം 2 വികാസങ്ങൾ പറഞ്ഞു. ഒന്ന് ശാരീരിക ചാലക വികാസം, അതിനോടനുബന്ധിച്ച് വരുന്നതാണ് വിളംബിത ചാലക വികാസം, ഡിലൈഡ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. 2 നമ്മൾ പറഞ്ഞത് ഏതാണ്? വൈജ്ഞാനിക വികാസമാണ്. വൈജ്ഞാനിക വികാസം 2 പേരുടെ ഉണ്ട്, പിയാഷെയുടെയും ബ്രൂണറിന്റെയും. പിയാഷെയും ബ്രൂണർ. സൗണ്ട് മൈക്ക് ഓഫ് ചെയ്യണേ. ഓക്കെ, മൈക്ക് നിങ്ങൾ ഓൺ ആക്കരുത് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ, അല്ലാതെ മൈക്ക് ഓൺ ആക്കല്ലേ. ഭയങ്കര സൗണ്ട് ആണ്, പിന്നെ നമുക്ക് അതിനോട്ട് വരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. അപ്പൊ നമ്മള് ടീച്ചറെ ഡൗട്ട് അവസാനത്തേക്ക് മാറ്റിക്കോ നല്ലത്. ഓക്കെ ഓക്കെ ഓക്കെ. കാരണം നമ്മുടെ ക്ലാസിന്റെ ഇടയിലാവുമ്പോഴേ അത് ഓക്കെ. അതെ അതെ, നമ്മുടെ ടൈം അവിടെ പോകും. അതാണ് മറ്റുള്ള എന്തായാലും നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടാവുന്നേ ഉള്ളൂ, ആ ഘട്ടങ്ങളും ഇതൊക്കെ. അപ്പൊ നമ്മൾ ആ ഒഴുക്കിനാണ്ട് നഷ്ടപ്പെടുകയാണ് ഈ ക്ലാസിന്റെ ഇടയിലാവുമ്പോഴേ. അത് അവസാനത്തേക്ക് മാക്സിമം സ്പീഡിൽ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അതന്നെ ടീച്ചറെ നല്ലത്. കാരണം എന്താ വെച്ചാൽ കൂടുതൽ ഭാഗം കവർ ചെയ്യാനും പറ്റും. അവസാനം ഈ ഘട്ടമായാലും സ്റ്റേജ് ആയാലും അതിന്റെ വയസ്സായാലും അതൊക്കെ സിമ്പിൾ സംശയങ്ങളാണ്. അതൊക്കെ നമുക്ക് എങ്ങനെയായാലും സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ 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 ടീച്ചർ, അപ്പൊ അവസാനത്തേക്ക് മാറ്റി വെച്ചാൽ മതി ഡൗട്ടുകൾ. ഓക്കെ ടീച്ചർ, താങ്ക് യു. ഓക്കെ, നമുക്കപ്പം അടുത്ത ഡെവലപ്മെന്റ് നോക്കാം. അടുത്ത ഡെവലപ്മെന്റ് ആണ് വൈകാരിക വികാസം അല്ലെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് കാതറിൻ എം ബ്രിഡ്ജസ് എന്ന് പറയുന്ന വ്യക്തി. ശാസ്ത്രീയമായിട്ട് പഠിച്ച ഒരു മനഃശാസ്ത്രജ്ഞയാണ് കാതറിൻ ബ്രിഡ്ജസ് എന്ന് പറയുന്നത്. ഈ ബ്രിഡ്ജസ് എന്ത് ചെയ്തു? ഒരു വാത്സല്യ ഗൃഹത്തിൽ വെച്ചിട്ട് കുറച്ച് കുട്ടികളെ നിരീക്ഷിച്ചു. അതായത് നവജാത ശിശുക്കൾ മുതൽ 24 മാസം പ്രായമായ കുട്ടികൾ വരെ ഉൾപ്പെട്ട ഒരു വലിയ സംഘം ശിശുക്കളെ ഒരു വാത്സല്യ ഗൃഹത്തിൽ വെച്ച് നിരീക്ഷിച്ചാണ് പഠനത്തിന് വിധേയമാക്കിയത്. അപ്പൊ അതിനകത്തൂടെ കുറച്ച് കണ്ടെത്തലുകൾ കാതറിൻ ബ്രിഡ്ജസ് കണ്ടെത്തി. അതാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത്. നവജാത ശിശുക്കളിൽ ഒരുതരം എക്സൈറ്റ്മെന്റ്, അതായത് സന്ത്രാസമാണ് കാണപ്പെടുന്നത് എന്നാണ് പറയുന്നത്. അതായത് നവജാത ശിശുക്കളിൽ സന്ത്രാസം, എക്സൈറ്റ്മെന്റും, അത് കഴിഞ്ഞിട്ട് ഓരോ മാസം കൂടി വരുമ്പോൾ 3 മാസം കഴിയുമ്പം ആ കുട്ടികളിൽ ആ എക്സൈറ്റ്മെന്റ് മാറിയിട്ട് എന്താവും? അസ്വാസ്ഥ്യമോ ഉല്ലാസമോ ആകുന്നു. അതുപോലെ തന്നെ 12 മാസമൊക്കെ ആവുമ്പം ആ കുട്ടികളിൽ എന്താവും? പ്രഹർഷവും പ്രിയവും, അതായത് ഒരു അഫെക്ഷൻ ഒക്കെ ആയിട്ട് വരും കുട്ടികളിൽ. ഒരു വയസ്സൊക്കെ ആവുമ്പം അത് കഴിഞ്ഞിട്ട് 18 മാസം ആവുമ്പോൾ കുട്ടികളിൽ അസൂയയാണ് ഉണ്ടാവുന്നത്. പിന്നീട് എന്താവും? പ്രായപൂർത്തിയായവരോടുള്ള പ്രിയവും കുട്ടികളോട് വാത്സല്യവുമായി തീർന്ന് ആനന്ദം പ്രത്യക്ഷമാകും. ഇങ്ങനെ ഒരു ചാർട്ടാണ്. നെക്സ്റ്റ് പേജ്. ഓക്കെ, ഈ ഒരു പേജിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഒരു ചാർട്ടാണ് കാതറിൻ ബ്രിഡ്ജസ് കൊടുത്തിരുന്നത്. ഇതെന്താണ്? സന്ത്രാസത്തിൽ നിന്നും 24 മാസമൊക്കെ ആകുമ്പോൾ കുട്ടിയിൽ എന്താവും? ആനന്ദം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അങ്ങനെ കുറച്ച് എന്ത് ചെയ്തു? കണ്ടെത്തലുകളൊക്കെ കാതറിൻ ബ്രിഡ്ജസ് കണ്ടെത്തിയിരുന്നു. അതായത് എന്തൊക്കെയാന്ന് വെച്ചാല് 2.5 വയസ്സാവുമ്പോൾ ദേഷ്യത്തിന്റെ വിസ്ഫോടനം, 2 മുതൽ 3.5 വയസ്സ് വരെ ദേഷ്യത്തിന്റെ വിസ്ഫോടനം കുട്ടികളിൽ ഉണ്ടാവുമെന്നും, സിമ്പതി, എമ്പതി ഒക്കെ കുട്ടികളിൽ കാണാൻ കഴിയുമെന്നും, പുതിയ ആളുകളോട് അനുകമ്പയും സൗഹൃദവും ഒക്കെ കുട്ടികൾക്ക് ഉണ്ടാവും എന്നും ഈ ഒരു ചാർട്ടിലൂടെ കാതറിൻ ബ്രിഡ്ജസ് കണ്ടെത്തി. ഇത്രയേ ഉള്ളൂ വൈകാരിക വികാസം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഒരു വാത്സല്യ ഗൃഹത്തിൽ വെച്ചിട്ട് നിരീക്ഷിച്ചു കുട്ടികളെ. ഇങ്ങനെ ഇതും ഓരോ മാസത്തിലും കുട്ടികൾ ഓരോ രീതിയിലുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് എന്നും ഉള്ളതും പിന്നെ കുറച്ച് കണ്ടെത്തലുകളുമാണ്
കാതറിൻ ബ്രിഡ്ജസ് നൽകിയത്. ഇതിന്റെ പ്രധാനമായിട്ട് നോക്കേണ്ടത് വൈകാരിക വികാസം ആരുടേതാണ് എന്ന് പ്രധാനമായിട്ട് നോക്കുക കേട്ടോ. അതെപ്പോഴും ക്വസ്റ്റ്യൻസ് കാണുന്നതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് വികാസം നോക്കാം. സാമൂഹിക വികാസം, സോഷ്യൽ ഡെവലപ്മെന്റ്. സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സാമൂഹിക വികാസവുമായിട്ട് വളരെ ശക്തമായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ച ഒരു വ്യക്തിയാണ് എറിക് എച്ച് എറിക്സൺ എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ. ഇദ്ദേഹം മനോസാമൂഹ്യ വികാസത്തെ 8 ഘട്ടങ്ങളിലൂടെയാണ് സാധ്യമാക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ഘട്ടത്തിലും അതിൻ്റെതായ പ്രതിസന്ധി ഉണ്ടെന്നും ഇദ്ദേഹം പറഞ്ഞു. അതായത് എന്താണ്, ഇവിടെ ഒരു 8 ഘട്ടങ്ങളും ഉണ്ട്. ഓരോ ഘട്ടത്തിലും ആ ഘട്ടത്തിൽ വിജയിക്കുന്നവർ ഒരു ഘട്ടത്തിലും പരാജയപ്പെടുന്നവർ ഒരു സ്റ്റേജിലും എത്തും എന്ന് ആര് പറയുന്നു? എറിക് എറിക്സൺ പറയുന്നു. നമുക്ക് ഓരോ സ്റ്റേജ് ആയിട്ട് നമുക്കതിനെ നോക്കാം. ആദ്യത്തെ ഘട്ടം പ്രാഥമിക വിശ്വാസം അവിശ്വാസം, ബേസിക് ട്രസ്റ്റ് വെസസ് ബേസിക് മിസ്ട്രസ്റ്റ് എന്ന് പറയുന്ന ഘട്ടം. ഇതെന്ന് പറയുമ്പോൾ ഒരു വയസ്സ് വരെ ഉള്ള ഒരു കാലമാണ് ഈ കാലം എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ കുട്ടികൾ എന്താണ്, ലോകത്തിന്റെ വിശ്വസ്തതയെ കുറിച്ച് ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു ധാരണ കുട്ടിയിൽ ഉണ്ടാവുന്ന ഒരു ഘട്ടമാണ്. അതായത് കുട്ടിക്ക് കിട്ടുന്ന എന്താണ്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കുട്ടിക്ക് കിട്ടുന്നത്. ഈ പ്രായത്തില് കുട്ടിക്ക് എന്താണ്, കുട്ടിയുടെ അമ്മ പരിചരിക്കുന്നു, സ്നേഹിക്കുന്നു, ലാളിക്കുന്നു. അതുപോലെ കുട്ടിക്ക് കറക്റ്റ് സമയത്തിന് എന്ത് കിട്ടുന്നു, ഫുഡ് ലഭിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കുട്ടിയിൽ, സ്നേഹവും പരിചരണവും എല്ലാം കുട്ടിയിൽ കിട്ടുവാണ്. അതുകൊണ്ട് തന്നെ കുട്ടി എന്താണ്, ലോകത്തെ കുറിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ബോധമാണ് കുട്ടിയിൽ ഉണ്ടാവുന്നത്. അതായത് സ്നേഹം കിട്ടുന്ന, ഇങ്ങനെ സ്നേഹവും വിശ്വാസവും ലാളനയും എല്ലാം കിട്ടുന്ന കുട്ടികളില് ഈ ഘട്ടത്തിൽ ഈ കുട്ടികൾ സുഗമമായി കടക്കുന്ന ഒരു ഘട്ടം. ഏത് ഘട്ടം? അപ്പൊ ഈ ഘട്ടത്തിൽ കുട്ടികൾ എന്താണ്, വിശ്വാസം എന്നുള്ളൊരു ബേസിക് ട്രസ്റ്റ് എന്നുള്ളൊരു ഘട്ടത്തിൽ ഈ ഘട്ടത്തിൽ വിജയിക്കുന്നവര് ബേസിക് ട്രസ്റ്റിലോട്ട് പോകും. ഈ ഘട്ടത്തിൽ പരാജയപ്പെടുന്നത്, അതായത് സ്നേഹവും ലാളനയും ഒന്നും കിട്ടാത്ത കുട്ടികള് ബേസിക് മിസ്ട്രസ്റ്റ് അല്ലെങ്കിൽ അവിശ്വാസം എന്ന ഘട്ടത്തിലേക്കും എന്ന ഘടകവും ഉടലെടുത്ത് വരും. ഇതാണ് ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ഓരോ രീതിയിലുള്ള പ്രതിസന്ധിയും ഉണ്ട്, അതേപോലെ വിജയിക്കുമ്പോഴും ഒരു ഇതുണ്ട് എന്നാണ് നമ്മുടെ എറിക് എറിക്സൺ പറയുന്നത്. അപ്പൊ ഈ ഘട്ടത്തിൽ എന്താണ്, കുട്ടിക്ക് ലാളനയും സ്നേഹവും എല്ലാം ലഭിക്കുമ്പോൾ കുട്ടി ബേസിക് ട്രസ്റ്റ് എന്നിലോട്ടും, പിന്നെ ഇതൊന്നും കിട്ടാത്ത കുട്ടികൾ ബേസിക് മിസ്ട്രസ്റ്റ് എന്നിലോട്ടും പോകും എന്നാണ് നമ്മുടെ എറിക് എറിക്സൺ പറയുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സ്വാശ്രയത്വത, ജാള്യതയും സംശയം, ഓട്ടോണമി വെസസ് ഷെയിം ആൻഡ് ഡൗട്ട് എന്ന് പറയുന്ന ഘട്ടമാണ്. ഈ ഘട്ടം 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയാണ് ഈ ഘട്ടം എന്ന് പറയുന്നത്. ഈ ഘട്ടത്തില് കുട്ടി എന്ത് ചെയ്യുന്നു, തന്നെ നിയന്ത്രിക്കുന്നതിനുള്ള കഴിവ് ആദ്യമായി പരീക്ഷിക്കപ്പെടുന്നത് ഈ ഘട്ടത്തിലാണ്. അതായത് മലവിസർജനത്തിലൂടെ. കാരണം ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ കുട്ടിക്ക് ലഭിക്കുന്ന ഒരു ഘട്ടമാണ് ഈ 3 വയസ്സ് പ്രായം എന്നൊക്കെ പറയുന്നത്. ഈ ഘട്ടത്തിൽ കുട്ടി പരാജയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വികാരമാണ് ജാള്യതയും സംശയവും എന്ന് പറയുന്നത്. അതായത് കുട്ടി എന്ത് ചെയ്യുന്നു, കുട്ടി ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങുന്ന ഒരു കാര്യമാണ് ടോയ്ലറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ കുട്ടി എന്ത് ചെയ്യുന്നു, വിജയിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഓട്ടോണമി അല്ലെങ്കിൽ സ്വാശ്രയത്വത എന്ന് പറയുന്ന സ്റ്റേജിലോട്ടും, ഇതില് പരാജയപ്പെടുന്ന കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഷെയിം ആൻഡ് ഡൗട്ട് എന്ന് പറയുന്നതിലോട്ടും കുട്ടികൾ മാറുന്നു. തന്റെ ദൗർബല്യങ്ങള് മറ്റുള്ളവരെ അറിയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് എന്താണ്, മുൻകൈ എടുക്കൽ വെസസ് കുറ്റബോധം. അതായത് ഇനിഷ്യേറ്റീവ് വെസസ് ഗിൽറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ആണ്. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയാണ് ഇതിന്റെ പ്രായം എന്ന് പറയുന്നത്. ഈ കുട്ടി എന്താണ്, ഈ ഒരു ഘട്ടത്തിലെ കുട്ടി സ്വന്തമായിട്ട് പലതും ചെയ്തു തുടങ്ങുന്ന ഒരു ഘട്ടമാണ്. ഈ 3 വയസ്സ് മുതൽ 6 വയസ്സ് കുട്ടികൾ മാതാപിതാക്കളെ സഹായിക്കുകയും അതേപോലെ കുട്ടികൾ ഓരോ കാര്യങ്ങളും അവര് മുൻകൈ എടുത്ത് ചെയ്യുന്ന ഒരു ഘട്ടമാണ്. സ്വന്തമായിട്ട് ഡ്രസ്സ് ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് ഇതെന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ കുട്ടികൾ കൂടുതൽ ഉഷാറാകുന്ന ഒരു ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ ഓരോ കുട്ടികളും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെയുള്ള കുട്ടികൾ എന്ത് ചെയ്യും, മുൻകൈ എടുക്കൽ എന്ന ഘട്ടത്തിലേക്ക് എത്തും. ഈ ഘട്ടത്തിൽ അവരെ തളർത്തിയാല്, അയ്യോ നീ അത് ചെയ്യരുത്, ഇപ്പം കുട്ടികൾ കിച്ചണിലൊക്കെ കയറി ഫുഡൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അരിയാനൊക്കെ ശ്രമിക്കും, പറയും നീ ചെയ്യല് കൈ മുറിയും, അല്ലെങ്കിൽ എന്താണ് അത് തറയിൽ നിലത്ത് വീഴും എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ എന്തുണ്ടാവും, കുട്ടി അവിടെ നിരുത്സാഹപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ കുട്ടി അവിടെ കുറ്റബോധം എന്നുള്ള രീതിയിൽ ആ ഒരു ഘട്ടത്തിലേക്ക്
കുട്ടി പോകും. ഡ്രസ്സ് മാറുന്നതിലും ഒക്കെ കുട്ടികൾ ശ്രമിക്കുമ്പോൾ അത് ശരിയല്ല, ചെയ്യുന്ന തെറ്റാണ്, നീ ചെയ്ത അയ്യേ കൊള്ളില്ല എന്നുള്ള രീതിയിൽ അവരെ പരിഹസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കുട്ടികൾ കുറ്റബോധം അല്ലെങ്കിൽ ഗിൽറ്റ് ഉള്ള ഒരു ഘട്ടത്തിലേക്കും അല്ലാതെ അവർ ഇതിൽ വിജയിക്കുമ്പോൾ മുൻകൈ എടുക്കൽ അല്ലെങ്കിൽ ഇനിഷ്യേറ്റീവ് എന്നൊരു ഘട്ടത്തിലേക്കും കുട്ടികൾ മാറും എന്നാണ് പറയുന്നത്. ഈ ഘട്ടത്തിലാണ് കുട്ടികൾ എല്ലാ കാര്യങ്ങളും മുൻകൈ എടുത്ത് ചെയ്യുന്നത്. അടുത്ത ഘട്ടമാണ് ഊർജ്ജസ്വലത അല്ലെങ്കിൽ അപകർഷത, ഇൻഡസ്ട്രി വെർസസ് ഇൻഫ്യൂരിറ്റി എന്ന് പറയുന്ന ഘട്ടം. ഈ ഘട്ടത്തില് കുട്ടികള് സമപ്രായക്കാരുടെ ലോകത്തെത്തുന്നു. ഈ ഘട്ടത്തിൽ മറ്റുള്ളവരുമായി കൂട്ടുകൂടാനും സഹകരണ മനോഭാവത്തോടെ പ്രവർത്തിക്കാനും അവരുടെ അംഗീകാരം നേടിയെടുക്കാനും കുട്ടികൾ ശ്രമിക്കുന്നു. ഇതിലൊക്കെ പരാജയപ്പെടുമ്പോൾ ഉണ്ടാവുന്നതാണ് അപകർഷത എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ എന്താണ്, കുട്ടികൾ കൂടുതലായിട്ടും സമപ്രായക്കാരുടെ സ്കൂളിൽ എത്തി കുട്ടികൾ സ്കൂളിലുള്ള പിള്ളേരുമായിട്ട് ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു സമയമാണ് ഈ സമയം. ഈ സമയത്ത് കുട്ടി എന്താണ്, അവരുടെ അംഗീകാരം നേടിയെടുക്കാൻ വേണ്ടി പല പല കാര്യങ്ങൾ ചെയ്യും. അപ്പൊ ഇതിലൊക്കെ പരാജയപ്പെടുമ്പോൾ കുട്ടിയിൽ ഉണ്ടാവുന്നതാണ് അപകർഷത അല്ലെങ്കിൽ ഇൻഫ്യൂരിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിൽ വിജയിക്കുന്ന കുട്ടികൾ ഉണർവും ആത്മവിശ്വാസവും അല്ലെങ്കിൽ ഉണ്ടായിട്ട് ഊർജ്ജസ്വലത എന്നുള്ള ഒരു ഘട്ടത്തിലേക്കും, ഇതിൽ പരാജയപ്പെടുന്ന കുട്ടികൾ അപകർഷത എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്കുമാണ് പോകുന്നത് എന്നാണ് എറിക് എറിക്സൺ പറയുന്നത്. അടുത്ത ഘട്ടം നമുക്ക് നോക്കാം. 5ാമത്തെ ഘട്ടം സ്വബോധം അല്ലെങ്കിൽ റോൾ സംശയം, ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ഇത് നടക്കുന്ന ഘട്ടം 12 മുതൽ 18 വയസ്സ് വരെയാണ്. ഈ ഘട്ടം എന്ന് പറയുന്നത് കൗമാരകാലത്തെ പ്രതിസന്ധികളെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടാണ് ഈ ഘട്ടത്തിൽ പ്രധാനമായിട്ട് പറയുന്നത്. അതായത് ഈ ഘട്ടത്തിൽ എത്തുന്ന കുട്ടികൾ തന്റെ റോൾ എന്താണ് എന്ന് കുട്ടികൾക്ക് അറിയത്തില്ല. കുട്ടികൾ ലൈംഗികമായിട്ടുള്ള പക്വത വരുന്നതും അതുപോലെ തന്നെ ബുദ്ധിപരമായിട്ടുള്ള വികാസങ്ങൾ സംഭവിക്കുന്നതും കുട്ടികൾ പല പല തെറ്റുകളിലേക്കൊക്കെ ചെന്നെത്തുന്ന ഒരു ഘട്ടമാണ് ഈ കൗമാര പ്രായഘട്ടം. അപ്പൊ കുട്ടികൾ തന്റെ റോൾ എന്താണ് എന്നുള്ള രീതിയിൽ കുട്ടിക്ക് ഒരു സംശയം അവിടെ ഉടലെടുക്കുകയാണ്. അപ്പം കുട്ടി അവിടെ മനസ്സിലാക്കും. ഈ ഘട്ടത്തില് കുട്ടിയുടെ റോൾ എന്താണ് എന്ന് മനസ്സിലാകുന്ന കുട്ടികൾ സ്വബോധം എന്നുള്ള ഒരു ഘട്ടത്തിൽ കിട്ടും. അതായത് ഐഡന്റിറ്റി എന്നൊരു ഘട്ടത്തിലേക്കും, അതേപോലെ ഇതിൽ പരാജയപ്പെടുന്നവര് ഇങ്ങനെ തന്റെ റോൾ എന്താണ് എന്ന് മനസ്സിലാക്കാതെ വരുമ്പം റോൾ കൺഫ്യൂഷൻ എന്നിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് കുട്ടി പോകും എന്നാണ് പറയുന്നത്. ഇത് പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് സ്വബോധം, റോൾ സംശയം എന്ന് പറയുന്നത്. അടുത്ത 6ാമത്തെ ഘട്ടമാണ് ആഴത്തിലുള്ള അടുപ്പം അല്ലെങ്കിൽ ഒറ്റപ്പെടൽ, ഇന്റിമസി വെസസ് ഐസൊലേഷൻ. ഇത് നടക്കുന്ന ഒരു യൗവന കാലഘട്ടത്തിലാണ്. 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ്. അതായത് കൗമാര കാലഘട്ടം കഴിഞ്ഞ് കുറെ പേര് കല്യാണം കഴിച്ച് അല്ലെങ്കിൽ കുട്ടികളായി അങ്ങനെ ഒരു പ്രായപരിധിയാണ് 18 മുതൽ 35 എന്ന് പറയുന്നത്. തന്റെ ശക്തി ദൗർബല്യങ്ങളെല്ലാം മറ്റൊരാൾക്ക് മുന്നിൽ തുറന്നു കാട്ടാനും മറയില്ലാതെ അടിക്കാനും കഴിയുന്ന ഒരു ഘട്ടമാണ് ഈ ഘട്ടം എന്ന് പറയുന്നത്. ഈ ഘട്ടത്തില് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കീപ്പ് ചെയ്തു പോകുന്നവര്, അതായത് കുടുംബപരമായിട്ടും ഫ്രണ്ട്സുമായിട്ടും എല്ലാവരുമായിട്ട് ഹാപ്പി ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാൻ ഒരു തന്റെ ഇഷ്ടം ഒരാൾക്ക് മുന്നിൽ തുറന്നു കാട്ടാനും അതേപോലെ തന്നെ തന്റെ ശക്തി ദൗർബല്യങ്ങളെല്ലാം അറിയാൻ ഒരാളും അതേപോലെ തന്നെ കുടുംബവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടും കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നവര് എത്തുന്ന ഒരു ഇതാണ് ആഴത്തിലുള്ള അടുപ്പം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ഇതിനൊന്നും കഴിയാത്ത ആൾക്കാർ, അതായത് ഈ ഇന്റിമസി എന്ന ഘട്ടത്തില് ഇവര് വിജയിക്കും. എന്നാൽ ഈ ഹാപ്പിനെസ്സോ സൗഹൃദ ബന്ധമോ അടുപ്പമോ ഇല്ലാത്തവരില് ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഐസൊലേഷൻ എന്നുള്ള ഒരു ഘട്ടത്തിൽ എത്തും കേട്ടോ. ഈ ഘട്ടത്തിന്റെ പ്രായപരിധി 18 മുതൽ 35 വയസ്സാണ്. അടുത്ത ഘട്ടമാണ് സൃഷ്ടി അല്ലെങ്കിൽ മുരടിപ്പ്, ജനറേറ്റീവ് വെസസ് സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്നത് 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെ. അതായത് ഒരു മധ്യവയസ്കിന്റെ സമയമാണ് 35 മുതൽ 60 വയസ്സ് വരെ. അതായത് തന്റെ കാര്യങ്ങളെക്കാൾ കൂടുതൽ ഒരാൾ പ്രാധാന്യം കൊടുക്കുന്നത് പുതിയ തലമുറയെ സൃഷ്ടിക്കുകയും വളർത്തിക്കൊണ്ടുവരികയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിലാണ്. ഇതൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരിൽ എന്തുണ്ടാവും? സൃഷ്ടി അല്ലെങ്കിൽ ജനറേറ്റീവ് എന്നുള്ള ഒരു ഘട്ടമാണ് അവരിലുണ്ടാകുന്നത്. ഇതിൽ വിജയിക്കുന്നവരിൽ, അതായത് തന്റെ കാര്യങ്ങളെക്കാൾ പിറകിലോട്ട് നോക്കുമ്പോൾ ഒരു തലമുറയെ സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞോ,
നല്ലൊരു അതുപോലെ തന്നെ എന്താണ് ഒരു ചെറുമക്കളെ എല്ലാം നല്ല രീതിയിൽ വളർത്തിയെടുക്കുന്നതിലേക്ക് ആയിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ അവർക്ക് ആനന്ദം കണ്ടെത്തുന്നത്. അവര് കൂടുതലായിട്ടും മക്കളെക്കാളും എന്താണ് ചെറുമക്കളെയൊക്കെ ആയിരിക്കും അവർക്ക് കൂടുതൽ കാര്യവും അവരുടെ വിദ്യാഭ്യാസത്തിലും അവരുടെ എന്റർടൈൻമെന്റിലും ഒക്കെ ഇവർ കൂടുതൽ ബോധവടാവും. ഈ കാലഘട്ടത്തിലുള്ളവര് ഇങ്ങനെ ഇങ്ങനെ വളർത്തി കൊണ്ടുവരികയൊക്കെ ചെയ്യുമ്പോൾ ഇവരിൽ നല്ല രീതിയിൽ പോകുമ്പോൾ ഇവരിൽ സൃഷ്ടി അല്ലെങ്കിൽ ജനറേറ്റീവ് എന്നുള്ള ഒരു ഇതും അല്ല, ഇതിൽ വിജയിക്കാത്തവര്, ഇതിൽ പരാജയപ്പെടുന്നവർക്ക് മുരടിപ്പ് അല്ലെങ്കിൽ സ്റ്റാഗ്നേഷൻ എന്നൊരു ഇതിലുമാണ് എത്തിച്ചേരുന്നത്. അടുത്ത ഘട്ടമാണ് മനസ്സന്തുലനം അല്ലെങ്കിൽ തളർച്ച, ഈഗോ ഇന്റഗ്രിറ്റി വെസസ് ഡിസ്പയർ എന്ന് പറയുന്നത് വാർദ്ധക്യം 60 വയസ്സിന് ശേഷമാണ്. ഈ 60 വയസ്സിന് ശേഷം ഈ ആദ്യം മുതൽ നമ്മൾ ജനനം മുതൽ വാർദ്ധക്യം വരെ ദീപം പറഞ്ഞു, ഈ ജനനം മുതൽ വാർദ്ധക്യം വരെ ഉള്ള കാര്യങ്ങൾ ഒരു തിരിഞ്ഞുനോട്ടമാണ് ഈ ഘട്ടത്തിൽ സംഭവിക്കുന്നത്. അതായത് മറ്റുള്ളവരിൽ സ്നേഹിക്കപ്പെട്ടിട്ടുണ്ടോ, പരിചരിക്കപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അർത്ഥപൂർണമായ ദിശയിലേക്ക് ആണോ പോയിരുന്നത് ഞാൻ, മറക്കാനാവാത്ത അനുഭവങ്ങളും ആത്മബന്ധങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ടോ, അതുപോലെ ലോകത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്തൊക്കെ എന്നെ കൊണ്ട് സംഭാവനകൾ നൽകാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു പുതുതലമുറയെ വാർത്തെടുക്കുന്നതിൽ സാഫല്യം കണ്ടെത്തുകയും എല്ലാം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ അവര് ഹാപ്പിയാണ്. പഴയ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എന്നെ കൊണ്ട് എല്ലാം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് അവരിൽ വരുമ്പോൾ ഉണ്ടാവുന്നതാണ് എന്തെന്ന് പറയുന്നത് മനസന്തുലനം അല്ലെങ്കിൽ ഈഗോ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. ഇതിലൊന്നും കഴിയാത്തവരിൽ വരുന്നതാണ് തളർച്ച അല്ലെങ്കിൽ ഡെസ്പെയർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് വിജയിക്കുന്നവരിൽ മനസന്തുലനവും ഇതിൽ പരാജയപ്പെടുന്നവരിൽ തളർച്ച എന്നതുമാണ് ഉണ്ടാകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എറിക് എറിക്സൺ 8 ഘട്ടങ്ങളിലൂടെ പറഞ്ഞത്. ജനനം മുതൽ മരണമല്ല വാർദ്ധക്യം വരെയുള്ള കാര്യങ്ങള്, ഒരു പ്രതിസന്ധി ഉണ്ട്, അതുപോലെ തന്നെ ഒരു വിജയിക്കുമ്പോൾ ഒരു ഘട്ടത്തിലും ഏർപ്പെടുന്നു എന്ന്. അടുത്ത ഡെവലപ്മെന്റ് ആണ് സാൻമാർഗിക വികാസം എന്ന് പറയുന്നത്. ഈ സാൻമാർഗിക വികാസത്തിനെ രണ്ട് പേര് വിശദീകരിക്കുന്നു. ഒന്ന് ലോറൻസ് കോൾബർഗും 2 പിയാഷെയും. ലോറൻസ് കോൾബർഗും പിയാഷെയുമാണ് സാൻമാർഗിക വികാസത്തെ, മോറൽ ഡെവലപ്മെന്റിനെ വിശദീകരിച്ച മനഃശാസ്ത്രജ്ഞന്മാര്. അപ്പൊ നമുക്ക് ഓരോരുത്തരുടെയും നോക്കാം. ലോറൻസ് കോൾബർഗിന്റെ നോക്കാം. ലോറൻസ് കോൾബർഗ് ഹെയ്ൻസ് ഡിലമ എന്നൊരു കഥയിലെ അടിസ്ഥാനമാക്കിയിട്ടാണ് നൈതിക വികാസത്തെ വിശദീകരിച്ചത്. നൈതിക വികാസത്തിനെ ഹെയ്ൻസ് ഡിലമ എന്നൊരു കഥയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ലോറൻസ് കോൾബർഗ് വിശദീകരിച്ചത്. ഇതിനകത്ത് 3 തലങ്ങളായിട്ട് വിഭജിച്ചു. അതിനുശേഷം ഓരോ തലത്തിലും 2 ഘട്ടങ്ങൾ ഉണ്ടെന്നും ഈ ഓരോ ഘട്ടത്തിലെയും സവിശേഷതകളുമാണ് ലോറൻസ് കോൾബർഗ് നൈതിക വികാസത്തിലൂടെ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഓരോ ഘട്ടവും നോക്കാം, ഓരോ തലവും നോക്കാം. ഒന്നാമത്തെ തലമാണ് പ്രാഗ് യഥാസ്ഥിത സദാചാര ഘട്ടം അല്ലെങ്കിൽ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി എന്ന് പറയുന്നത്. അതായത് ആ തലത്തിൽ വരുന്ന 2 ഘട്ടങ്ങളാണ്. ഒന്ന് ശിക്ഷണവും അനുസരണയും, പണിഷ്മെന്റ് ആണ്, ഒബീഡിയൻസും, പ്രായോഗികമായ ആപേക്ഷികത്വം, ഇൻസ്ട്രുമെന്റൽ റിലേറ്റീവ്സും എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് പറയുന്നത് ആദ്യത്തേത് ശിക്ഷണവും അനുസരണയും, പണിഷ്മെന്റ് ആൻഡ് ഒബീഡിയൻസ്. ഇതിനകത്ത് പറയുന്നത് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അനുസരണ ഘട്ടമാണ് ഈ ഘട്ടം. അതായത് മുതിർന്ന ഇപ്പം സ്കൂളിൽ ഹോംവർക്ക് ചെയ്തുകൊണ്ട് വന്നില്ലെങ്കിൽ നിന്നെ നാളെ വരുമ്പോ അടിക്കും എന്ന് പറയുമ്പോൾ കുട്ടികൾ ആ ശിക്ഷയെ ഭയന്നുകൊണ്ട് കുട്ടി എന്ത് ചെയ്യും, പഠിക്കാൻ ശ്രമിക്കും. അത് ശിക്ഷയെ ഭയന്നുകൊണ്ട് കുട്ടി അത് അനുസരിക്കും. അതാണ് ശാരീരിക അനന്തര ഫലങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. ശിക്ഷ ഒഴിവാക്കാൻ അധികാരികളെ അനുസരിക്കുന്നു. ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള ആയോചന ഘട്ടം. അതായത് ശാരീരികമായിട്ടുള്ള അനന്തര ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ വേദനയാണ്. കുട്ടിയെ അടിക്കുമ്പോൾ വേദനയാണല്ലോ ഉണ്ടാവുന്നത്. ഇങ്ങനെ ഈ വേദനയെ ഭയന്നുകൊണ്ട്
വേദനയെ ഭയന്നുകൊണ്ട് കുട്ടി എന്ത് ചെയ്യുന്നു, അത് അനുസരിക്കുന്നു. അതേപോലെ എന്താണ്, ശിക്ഷ ഒഴിവാക്കാൻ അധികാരികളെ അനുസരിക്കുന്നു. ശിക്ഷ വേണ്ടാത്തോണ്ട് മുതിർന്നവരായാലും എന്താണ് രക്ഷിതാക്കളായാലും അല്ലെങ്കിൽ എന്താണ് ടീച്ചേഴ്സ് ആയാലും പറയുന്നതെല്ലാം കുട്ടികൾ അനുസരിക്കുന്ന ഘട്ടമാണ് ഈ ഘട്ടം എന്ന് പറയുന്നത്. ഇനി പ്രാഗ്-യാഥാസ്ഥിക സദാചാര ഘട്ടത്തിലെ രണ്ടാമത്തെ ഘട്ടമാണ് പ്രായോഗികമായ ആപേക്ഷികത്വം അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റൽ റിലേറ്റിവിസം എന്ന് പറയുന്നത്. ഈ ഘട്ടം നിങ്ങൾ ഇംഗ്ലീഷ് നോക്കി വെക്കുക. ഇൻസ്ട്രുമെന്റൽ റിലേറ്റിവിസം, ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോഴേ അവിടെ ഒരു എന്തോ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട് എന്നാണ്. റിവാർഡ് എന്നൊരു വാക്ക് ഇതിനകത്ത് പഠിച്ചു. പ്രായോഗികമായ ആപേക്ഷികത്വം, അതായത് ഭാവിയിലെ ആനുകൂല്യങ്ങൾക്കായി നന്നായി പെരുമാറുന്നു. ഭാവിയിലെ ആനുകൂല്യം എന്ന് പറഞ്ഞാൽ ഒരു റിവാർഡ് എന്ന് വെച്ചാല് എന്താണ്, ഇപ്പൊ പറയാം, നീ നല്ല രീതിയിൽ ഈ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ സൈക്കിൾ വാങ്ങിത്തരാം, അല്ലെങ്കിൽ എന്തെങ്കിലും റിവാർഡ് പറഞ്ഞുകൊണ്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നു. അതാണ് പറയുന്നത് എന്താണ്, ഭാവിയിലെ ആനുകൂല്യങ്ങൾക്കായി നന്നായി പെരുമാറുന്നു കുട്ടികൾ. പിന്നെന്താണ്, ചട്ടങ്ങൾ പാലിക്കുന്നത് തത്സമയ താല്പര്യം മുൻനിർത്തിയാണ്. ഇതിനകത്ത് പ്രധാനമായിട്ട് പറയുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു കുട്ടി രാവിലെ ഫുഡ് കഴിക്കാൻ മടിയുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ പറയും, നീ ഈ ഫുഡ് ഫുള്ള് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് മിഠായി തരാം, അല്ലെങ്കിൽ ഒരു സമ്മാനം തരാം, ഒരു സർപ്രൈസ് തരാം എന്നുള്ള രീതിയിൽ. അപ്പൊ കുട്ടി വേഗം അത് കുടിച്ചു തീർക്കും. ആ സമ്മാനം കിട്ടിയ ശേഷം കുട്ടിയില് അത് നിൽക്കത്തില്ല. തത്സമയം കുറച്ച് സമയത്തേക്ക് മാത്രമാണ് കുട്ടി അതിനെ അനുസരിക്കുന്നത്. ആ ഒരു റിവാർഡിന് വേണ്ടി മാത്രം അനുസരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പിന്നെന്താണ്, നീതി, നിഷ്ഠിത, പാരസ്പര്യം, സുഗമമായ പങ്കിടൽ എന്നിവയുടെ കേവല രൂപങ്ങൾ പ്രകടമാണ്. അതായത് ഈ ഘട്ടത്തിലെ കുട്ടികൾ എന്താണ് ചെയ്യുന്നത്, ഇപ്പം ഒരു കുട്ടിക്ക് ഒരു സാധനം, ഒരാൾക്ക് ഒരു സാധനം ഷെയർ ചെയ്താൽ തിരിച്ച്, ഇപ്പൊ രണ്ട് കുട്ടികള്, ഒരു കുട്ടി മറ്റേ കുട്ടിക്ക് ഒരു മിഠായി കൊടുക്കുന്നു. അപ്പം എന്ത് ചെയ്യുന്നു, ആ കുട്ടിയിലുള്ള ഇപ്പൊ ബിസ്ക്കറ്റ് ആയിരിക്കും, ആ കുട്ടി തിരിച്ച് മറ്റേ കുട്ടിക്ക് കൊടുക്കുന്നു. അങ്ങോട്ട് കൊടുത്താൽ ആ കുട്ടി ഇങ്ങോട്ടും കൊടുക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ഒരു സ്വഭാവം ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാവുന്നു. ഇതാണ് ലോറൻസ് കോൾബർഗിന്റെ ഫസ്റ്റിലത്തെ തലം എന്ന് പറയുന്നത്. പ്രാഗ്-യാഥാസ്ഥിക സദാചാര ഘട്ടം. ഇതിനകത്ത് ശിക്ഷണവും അനുസരണയും, പിന്നെ അതേപോലെ തന്നെ എന്താണ്, പ്രായോഗികമായ ആപേക്ഷികത്വം, ശിക്ഷയും അനുസരണയും, പിന്നെന്താണ്, ഒന്ന് റിവാർഡും. ഈ രണ്ട് രീതിയിൽ ചിന്തിക്കുക. നമുക്ക് രണ്ടാമത്തെ തലം നോക്കാം. രണ്ടാമത്തെ തലമാണ് യഥാസ്ഥ സദാചാര ഘട്ടം. ഈ ഘട്ടത്തില്, അതായത് കൺവെൻഷണൽ മൊറാലിറ്റി, ഈ തലത്തിലെ രണ്ട് ഘട്ടങ്ങളാണ്. എന്താണ്, അന്തർവൈയക്തിക സമന്വയവും സാമൂഹിക പാലനം, നിയമവും സമാധാനവും, സോഷ്യൽ മെയിൻ്റനൻസ് ഓർ ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ നമുക്ക് നോക്കാം. അന്തർവൈയക്തിക സമന്വയം. അന്തർവൈയക്തികം എന്ന് പറയുമ്പോഴേ നിങ്ങൾ ആലോചിക്കുക, മറ്റുള്ളവർ ആ കുട്ടിയെ കുറിച്ച് എന്ത് സംസാരിക്കും എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. അതായത് ആ കുട്ടിക്ക് ഒരു ടാഗ് വേണം, ഞാൻ നല്ല കുട്ടിയാണ്, നൈസ് ബോയ്, നൈസ് ഗേൾ, ഞാൻ നല്ല കുട്ടിയാണ് എന്ന് മറ്റുള്ളവർ ആ കുട്ടിയെ പറയണം. അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു ഘട്ടമാണ് ഈ ഘട്ടം എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ജീവിക്കുക. അതായത് അവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ജീവിച്ചാൽ അവര് പറയും, നീ നല്ല കുട്ടിയാണ് എന്ന് അവര് പറയും. അതിനു വേണ്ടിയിട്ട്. രണ്ടാമത്തെ എന്താണ്, മറ്റുള്ളവരുടെ ആശയങ്ങൾ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, കുട്ടികള് ആ മറ്റുള്ളവരുടെ ആശയങ്ങള് സ്വാധീനിക്കുന്നു. പിന്നെ സംഘമാനദണ്ഡങ്ങളോട് ആയോജനം പുലർത്തുന്ന ഘട്ടം. അതുകൊണ്ട് തന്നെ എന്താണ്, സോഷ്യലായിട്ട് വരുന്ന ഏതൊരു കാര്യത്തിനോടും അഡ്ജസ്റ്റ് ചെയ്ത് കുട്ടികൾ പോകുന്നു. തിരിച്ചൊന്നും മറുപടി പറയുന്നില്ല. കാരണം മറുപടി കാരണം ഞാൻ നല്ല കുട്ടിയല്ല, ഞാൻ മോശമാണ് എന്നുള്ള രീതിയിൽ പറയും എന്നതുകൊണ്ട് കുട്ടി എന്ത് ചെയ്യുന്നു, കുട്ടികൾ പറയുന്നു ഞാൻ നല്ല കുട്ടിയാണ്, അതുകൊണ്ട് എല്ലാം അനുസരിക്കുന്ന ഒരു ഘട്ടം, മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് അനുസരിക്കുന്ന ഒരു ഘട്ടമാണ് അന്തർവൈയക്തിക സമന്വയം എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണെങ്കിൽ സാമൂഹിക പാലനം, നിയമവും സമാധാനം, സോഷ്യൽ മെയിൻ്റനൻസ് ഓർ ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത്. സ്ക്രീൻ കാണുന്നില്ല, ഒന്ന് സൂം ചെയ്യാവോ ഐഷ? ഓക്കെ. സർവലൗകികമായി, ഇതല്ലല്ലോ, ഇത് മൂന്നാമത്തെ തലമാണ്. രണ്ടാമത്തെ ഓക്കെ. രണ്ടാമത്തെ തലത്തിലെ പോയിന്റ് നമുക്ക് രണ്ടാമത്തെ ഘട്ടം നോക്കാം. സാമൂഹിക പാലനം, നിയമവും സമാധാനവും,
സോഷ്യൽ മെയിൻ്റനൻസ് ഓർ ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത്. സാമൂഹിക ചിട്ടകൾക്കു വേണ്ടി നിയമങ്ങൾ പാലിക്കുന്നു, സാമൂഹിക നിയമങ്ങളോട് ആയോജനം പുലർത്തുന്ന ഘട്ടം. അതായത് എക്സാമ്പിൾ ആയിട്ട് നിങ്ങളിപ്പോൾ പറയുകയാണെങ്കിൽ സ്കൂളിലെ കാര്യം ആലോചിക്കുക. സ്കൂളിലെ നിയമങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കുട്ടികളെ ചിന്തിക്കുകയാണെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യും? ഈ സ്കൂളിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം പാലിക്കുന്നവരാണ്. അതേപോലെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കുട്ടികളോട് പറയും ഇപ്പൊ റോഡ് നിയമങ്ങൾ നിങ്ങൾ പാലിക്കുക, റോഡിന്റെ വലത് സൈഡ് ചേർന്ന് നടക്കുക, ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കുട്ടികളോട് പറയുമ്പോൾ കുട്ടികൾ അതെല്ലാം കേട്ട് അതുപോലെ തന്നെ കുട്ടികൾ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം അനുസരിക്കുന്ന ഒരു സമയമാണ് ഇതെന്ന് പറയുന്നത്. അതായത് എന്താണ്, കുട്ടികൾ ഇപ്പൊ എന്ത് റൂൾസ് പറഞ്ഞാലും ഇപ്പൊ അതിപ്പം പാലിച്ചില്ല, ആ റൂൾസ് പാലിച്ചില്ലെങ്കിലും അവിടെ ആ കുട്ടികൾക്കൊന്നും വരാനില്ല. എന്നാലും ആ കുട്ടികൾ എന്ത് ചെയ്യും? അത് പാലിക്കും. സ്കൂളിലെ ക്ലാസ് റൂമിലെ നിയമമായാലും ക്യൂ ആയിട്ട് നിങ്ങൾ നടന്നു പോവുക, അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഒരു ഇത്ര സമയത്ത് ക്ലാസ്സിൽ വരിക, ഇതിനുശേഷം വരാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാ നിയമങ്ങളും. അതുപോലെ വീട്ടില് ഒരു നിയമം കാണും, ഇന്ന സമയത്ത് TV കാണുക, ഇന്ന സമയത്ത് ഫുഡ് കഴിക്കുക, ഇന്ന സമയത്ത് ഹോംവർക്ക് ചെയ്യുക, ഇങ്ങനെ കുട്ടികൾക്ക് ഓരോ നിയമങ്ങൾ എല്ലായിടത്തും കാണും. ഇങ്ങനെ എല്ലാ നിയമങ്ങളും കുട്ടികൾ അനുസരിക്കുന്നു. അതാണ് ഈ ഒരു ഘട്ടത്തിൽ എന്ന് പറയുന്നത്. സാമൂഹിക ചിട്ടകൾക്ക് വേണ്ടി നിയമങ്ങൾ പാലിക്കുന്നു, സാമൂഹിക നിയമങ്ങളോട് ആയോജനം പുലർത്തുന്ന ഘട്ടമാണ് ഈ ഘട്ടം എന്ന് പറയുന്നത്. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും കൺവെൻഷണൽ മൊറാലിറ്റിക്കകത്ത് വരുന്നത്. അന്തർവൈയക്തിക സമന്വയവും സാമൂഹിക പാലനം നിയമവും സമാധാനവും. അന്തർവൈയക്തിക മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് എന്താണ്, നല്ല കുട്ടിയാണ് എന്ന ഒരു ടാഗ് കിട്ടാൻ വേണ്ടി കുട്ടി പ്രവർത്തിക്കുന്നു. ഇതിനകത്തെന്ന് പറഞ്ഞാൽ എന്താണ്, കുട്ടി എല്ലാ നിയമങ്ങളും റൂൾസും റെഗുലേഷൻസും എല്ലാം തന്നെ കുട്ടി ഫോളോ അപ്പ് ചെയ്തു പോകുന്ന ഒരു ഘട്ടമാണ് ഈ ഘട്ടം എന്ന് പറയുന്നത്. അടുത്ത തലം നോക്കാം. മൂന്നാമത്തെ തലമാണ് യഥാസ്ഥാനന്തര സദാചാര ഘട്ടം അല്ലെങ്കിൽ പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി എന്ന് പറയുന്നത്. ഇതിനകത്തും രണ്ട് ഘട്ടങ്ങളുണ്ട്. ഈ തലത്തിലും 2 ഘട്ടങ്ങളുണ്ട്. ഏതാണ്? സാമൂഹിക വ്യവസ്ഥാ നിയമപരം സോഷ്യൽ കോൺട്രാക്റ്റും സർവജനീന സദാചാര തത്വം അല്ലെങ്കിൽ യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഘട്ടവും ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ തന്നെ നോക്കാം. സാമൂഹിക വ്യവസ്ഥാ നിയമപരം. സമൂഹത്തിന്റെ നിയമങ്ങൾ മനുഷ്യ നന്മയ്ക്കായിട്ട്, കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഐഷ. ഓക്കെ, ഒന്ന് ഇത്തിരി സൂം ചെയ്യും. ഓക്കെ. സമൂഹത്തിന്റെ നിയമങ്ങൾ മനുഷ്യ നന്മയ്ക്കായിരിക്കുമെന്ന വിശ്വാസം. പിന്നെന്താണ്? ജനായത്ത രീതിയിൽ അംഗീകരിക്കപ്പെട്ട നിയമങ്ങളും സന്മാർഗ മാതൃകകളുമായും ആയോജനം പുലർത്തുന്ന ഘട്ടം. അതായത് നമ്മൾ കഴിഞ്ഞ ഘട്ടത്തിലാണെങ്കിൽ കുട്ടികൾ എല്ലാ നിയമങ്ങളും അനുസരിക്കും അല്ലെ. എന്നാൽ ഈ ഘട്ടത്തിൽ വരുമ്പോൾ സമൂഹത്തിന്റെ നിയമങ്ങൾ മനുഷ്യ നന്മയ്ക്കായിരിക്കുമെന്ന്, അത് കുറച്ചും കൂടെ മുതിർന്ന ആൾക്കാരായിരിക്കും ഈ ഘട്ടത്തിലോട്ട് വരുന്നത്. അതായത് മനുഷ്യ നന്മയ്ക്കായിട്ടുള്ള നിയമങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ജനായത്ത രീതിയിൽ അംഗീകരിക്കപ്പെട്ട നിയമങ്ങള്, സന്മാർഗ മാതൃകകളിലുള്ള നിയമങ്ങള്, ഇങ്ങനെയുള്ള നിയമങ്ങൾ പാലിക്കും. എന്നാൽ എന്താണ്, എല്ലാ നിയമങ്ങളും ഇവിടെ പാലിക്കപ്പെടുന്നില്ല. കാരണം തെറ്റായ രീതിയിലുള്ള നിയമങ്ങളാണെങ്കിൽ അവിടെ അവര് ചോദ്യം ചെയ്യുന്ന ഘട്ടമാണിത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികള് നാളെ വരുമ്പോ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, പെൺകുട്ടികള് സാരിയിലും ആൺകുട്ടികള് മുണ്ടും ഷർട്ടും ധരിച്ചു വരിക എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും? കുട്ടികൾ ചോദിക്കും എന്തിനു വരണം, അങ്ങനെ വരണം എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കും. അതനുസരിക്കത്തില്ല. അതാണ് പറഞ്ഞത് എന്താണ്, സമൂഹത്തിന്റെ മനുഷ്യ നന്മയ്ക്കായിട്ടുള്ള നിയമങ്ങളും ജനായത്ത രീതിയിലുള്ള നിയമങ്ങള്, അങ്ങനെയുള്ള നിയമങ്ങളെ എല്ലാം പാലിക്കുന്ന ഘട്ടമാണ് സാമൂഹിക വ്യവസ്ഥാ നിയമം, സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്ന ഘട്ടം. അടുത്തതാണ് സർവജനീന സദാചാര തത്വം. ലാസ്റ്റത്തെയാണ് എന്താണ്, യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് പറയുന്നത് എന്താണ്, സർവലൗകികമായ സന്മാർഗിക സിദ്ധാന്തങ്ങളുമായി ആയോജനം പുലർത്തുന്ന ഘട്ടമാണ് ഈ ഘട്ടം എന്ന് പറയുന്നത്. ന്യായം, നീതി, സമത്വം തുടങ്ങിയ നൈതിക തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നൈതിക ബോധം ഉണ്ടാക്കിയെടുക്കുന്ന ഘട്ടമാണ് ഇത് എന്ന് പറയുന്നത്. അതായത് എന്താണ്,
ഒരു വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നിയമപരമായിട്ടല്ലാതെ നിയമത്തിന്റെ അതിർവരമ്പുകളെല്ലാം കടന്നുകൊണ്ട് നീതിക്കും സമത്വത്തിനും ന്യായത്തിനും വേണ്ടി നിലനിൽക്കുന്ന ഘട്ടമാണ് ഈ ഘട്ടം എന്ന് പറയുന്നത്. നിയമത്തിനെ നോക്കുന്നില്ല, നിയമവും റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ നോക്കാതെ തന്നെ എന്ത് ചെയ്യുന്നു, ബാക്കി എല്ലാ കാര്യങ്ങളിലും ബാക്കി എന്താണ് നീതി, ന്യായം, സമത്വം ഇങ്ങനെയുള്ള കാര്യങ്ങളെ മാത്രം ഇതാക്കിക്കൊണ്ട് നിയമത്തിന്റെ അതിർവരമ്പുകളെല്ലാം കടന്നുകൊണ്ട് പോകുന്ന ഒരു ഘട്ടമാണ്. നീതിക്കും ന്യായത്തിനും ഒക്കെ കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു ഘട്ടമാണ് സർവജനീന സദാചാര തത്വം എന്ന് പറയുന്ന ഘട്ടം. ഇത്രയാണ് ലോറൻസ് കോൾബർഗിന്റെ സാൻമാർഗിക വികാസത്തില് ഉൾപ്പെടുന്നത്. അപ്പം ഇതൊക്കെയാണ് ഓരോ ഘട്ടത്തിലും ഓരോ തലത്തിലും 2 ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 6 ഘട്ടങ്ങളാണ് ലോറൻസ് കോൾബർഗിന്റെ നൈതിക വികാസത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. സാൻമാർഗിക വികാസം പിയാഷെ എങ്ങനെയാണ് സാൻമാർഗിക വികാസത്തിനെ വിശദീകരിച്ചത് എന്നാണ് പറയുന്നത്. സാൻമാർഗിക വികാസം പിയാഷെയുടെ അഭിപ്രായത്തില് 4 സാൻമാർഗിക വികാസങ്ങളാണ് ഉള്ളത്. 4 എണ്ണം. അനോമി, ഹെട്രോണമി അതോറിറ്റി, ഹെട്രോണമി റെസിപ്രോസിറ്റി, ഓട്ടോണമി അഡോളസൻസ് എന്നിങ്ങനെ. അതിന്റെ വയസ്സും കൂടെ ഉണ്ട് കേട്ടോ, അതും കൂടെ ഒന്ന് സൂം ഔട്ട് ചെയ്താൽ കാണാം. ഇത്രേ ഉള്ളല്ലേ? ഓക്കെ. അനോമി എന്ന് പറയുന്നത് ജനനം മുതൽ 5 വയസ്സ് വരെയാണ്. ജനനം മുതൽ 5 വയസ്സ് വരെയാണ് അനോമി എന്നുള്ള ഘട്ടം കുട്ടികളിൽ കാണപ്പെടുന്നത്. അതായത് നിയമവ്യവസ്ഥ ഇല്ലാത്ത ഘട്ടമാണിത്. അതായത് എന്താണ്, കുട്ടികളുടെ ബിഹേവിയറിനെ എല്ലാം നിയന്ത്രിക്കുന്നത് വേദനയും ആനന്ദവുമാണെന്നാണ് പിയാഷെ പറയുന്നത്. ഈ ഘട്ടത്തില് ശിശുക്കളുടെ ബിഹേവിയർ സന്മാർഗികമോ അസന്മാർഗികമോ അല്ല. അവിടെ ഒരു ചീത്തയെന്നും പറയാൻ പറ്റത്തില്ല, നല്ലതെന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, സന്മാർഗരഹിതമാണ് ഈ ഘട്ടത്തിൽ അനോമിയില്. അതായത് ജനനം മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളാണ് ഇതില് ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, കുട്ടികളുടെ വ്യവഹാരത്തെ നിയന്ത്രിക്കുന്നത് വേദനയും ആനന്ദവുമാണ്. ഈ ഘട്ടം എന്ന് പറയുന്നത് എത്രയാണ്, ജനനം മുതൽ 5 വയസ്സ് വരെയാണ്. അപ്പൊ ഈ ഘട്ടത്തില് സന്മാർഗമോ അസന്മാർഗവുമായിട്ടുള്ള ഇതില്ല, സന്മാർഗരഹിതമാണ് എന്നാണ് ആര് പറയുന്നത്, പിയാഷെ പറയുന്നത്. അതായത് കുട്ടികളെല്ലാം പഠിക്കുന്നത് എന്താണ്, അനുഭവങ്ങളിലൂടെ, പ്രകൃതി ചുറ്റുപാടിൽ നിന്നുമാണ്. കുട്ടികളെ കളികളിലൂടെയാണ് ചീത്തയും നല്ലതും ഒക്കെ തിരിച്ചറിയുന്നത്. മനസ്സിലായോ? അപ്പൊ എന്താണ്, നല്ലതും ചീത്തയും എല്ലാം കുട്ടികൾ തിരിച്ചറിയുന്നത് പ്രകൃതിയിലൂടെയും അനുഭവങ്ങളിലൂടെയും ആണെന്നാണ് അനോമിയിലൂടെ പിയാഷെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സന്മാർഗരഹിതമാണ്, സന്മാർഗമോ അസന്മാർഗമോ അല്ല. അതുപോലെ തന്നെ ഇത് റൂസോയുടെ ഒരു തത്വത്തിനെ പിയാഷെ ഇവിടെ താരതമ്യം ചെയ്യുന്നുണ്ട്. റൂസോയുടെ ഒരു തത്വമായിട്ടുള്ള നൈസർഗിക പരിണിത ഫലത്തിന്റെ വിനയനം, അതായത് ഡിസിപ്ലിൻ ഓഫ് നാച്ചുറൽ കോൺസിക്വൻസ് എന്ന് പറയാൻ കാരണം എന്താണ്, കുട്ടി കാര്യങ്ങളെല്ലാം പഠിക്കുന്നത് അനുഭവങ്ങളിലൂടെയും പ്രകൃതിയിലൂടെയും കളികളിലൂടെയും ഒക്കെയാണ്. അതുകൊണ്ടാണ് ഇവിടെ നാച്ചുറൽ കോൺസിക്വൻസ് എന്ന് പറയുന്നത്. കുട്ടി തന്നെയാണ് എല്ലാം പഠിക്കുന്നത്. എന്താണ്, കളികളിലൂടെയൊക്കെ നല്ലതും ചീത്തയും, അത് ചെയ്തത് തെറ്റാണ് അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് ശരിയാണ് എന്ന് കുട്ടി 5 വയസ്സ് പ്രായമുള്ള കുട്ടിയല്ലേ. അപ്പൊ ഇതെല്ലാം പഠിക്കുന്നത് എന്താണ്, അനുഭവങ്ങളിലൂടെയും പ്രകൃതിയിലൂടെയും ഒക്കെയാണ് നല്ലതും ചീത്തയും എല്ലാം തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ റൂസോയുടെ തത്വമായിട്ടുള്ള നൈസർഗിക പരിണിത ഫലത്തിന്റെ വിനയനം എന്ന് പറയുന്ന ഡിസിപ്ലിൻ ഓഫ് നാച്ചുറൽ കോൺസിക്വൻസ് എന്ന് പറയുന്ന തത്വവുമായിട്ട് പിയാഷെ താരതമ്യപ്പെടുത്തുന്നുണ്ട്. ഇനി 2ാമത്തെ ഘട്ടമാണ് ഹെട്രോണമി അതോറിറ്റി എന്ന് പറയുന്ന ഘട്ടം. ഈ ഘട്ടം 5 വയസ്സ് മുതൽ 8 വയസ്സ് വരെയാണ് നിലനിൽക്കുന്നത്. 5 വയസ്സ് മുതൽ 8 വയസ്സ് വരെ. ഇതില് പ്രതിഫലവും ശിക്ഷയുമാണ് ഈ ഘട്ടത്തിൽ സാൻമാർഗിക വികസനത്തെ ക്രമപ്പെടുത്തുന്നത്. അതായത് എന്താണ്, കുട്ടിയില്
ഒരു പ്രതിഫലനവും കുട്ടിയിൽ എന്താണ് ശിക്ഷയും പ്രതിഫലവുമാണ്. കുട്ടി എന്താണ് ശിക്ഷ ലഭിക്കുന്നത് എല്ലാ കാര്യങ്ങളും ചീത്തയാണ്. അതേപോലെ പ്രതിഫലം ലഭിക്കുന്നത് എന്താണ് റിവാർഡ്, സർപ്രൈസ്, അങ്ങനെ എന്തെങ്കിലും കുട്ടിക്ക് റിവാർഡ് സമ്മാനങ്ങളൊക്കെ ലഭിക്കുമല്ലേ. ഇങ്ങനെ സമ്മാനങ്ങളൊക്കെ ലഭിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ല കാര്യങ്ങളും അതുപോലെ ശിക്ഷ ലഭിക്കുന്ന കാര്യങ്ങളെല്ലാം മോശമായിട്ടുള്ള കാര്യങ്ങളുമാണ് എന്ന് കുട്ടി വിശ്വസിക്കുന്ന ഒരു ഘട്ടമാണ് ഏതെന്ന് പറയുന്നത് ഹെറ്ററോണമി അതോറിറ്റി എന്ന് പറയുന്നത്. മുതിർന്നവർ അടിച്ചേൽപ്പിക്കുന്ന കൃത്രിമ പ്രത്യാഘാതത്തിലൂടെ കൈവരുന്ന വിനയനം. അതായത് ഇവിടെ പറയുന്നതാണ് കൃത്രിമ പ്രത്യാഘാതം എന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ ഘട്ടത്തിൽ നാച്ചുറൽ കോൺസിക്വൻസ് എന്നും ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ കോൺസിക്വൻസ് എന്നുമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ് മുതിർന്നവർ അടിച്ചേൽപ്പിക്കുന്ന കൃത്രിമ പ്രത്യാഘാതം. ഈ കൃത്രിമം എന്ന് പറയാൻ, ആർട്ടിഫിഷ്യൽ എന്ന് പറയാനുള്ള കാരണം ഓരോ രക്ഷിതാക്കളിലും ഓരോന്നായിരിക്കും തെറ്റും ശരിയും. ചിലർക്ക് തെറ്റായിരിക്കും, അത് ചിലർക്ക് ശരിയായിരിക്കും. അതുകൊണ്ട് തന്നെ മുതിർന്നവരുടെ രീതിയിലാണ് തെറ്റും ശരിയും ഇവിടെ നിശ്ചയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഡിസിപ്ലിൻ ഓഫ് ആർട്ടിഫിഷ്യൽ കോൺസിക്വൻസ് എന്നാണ് ഈ ഘട്ടത്തിൽ പറയപ്പെടുന്നത്. ശിക്ഷകളിലൂടെയും പ്രതിഫലങ്ങളിലൂടെയും കുട്ടികൾ നല്ലതും ചീത്തയും തിരിച്ചറിയുന്ന ഘട്ടമാണ് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. മോറൽ ഡെവലപ്മെന്റിനെ അല്ലെങ്കിൽ സാൻമാർഗിക വികാസത്തിനെ നിയന്ത്രിക്കുന്നത് ബാഹ്യമായിട്ടുള്ള അധികാരം, അതായത് മുതിർന്നവരുടെ അധികാരമായിരിക്കും ഈ മോറൽ ഡെവലപ്മെന്റിനെ എന്താണ് നിയന്ത്രിക്കുന്നത്. അതായത് ശിക്ഷ ചെയ്തു കഴിഞ്ഞാൽ ആ ശിക്ഷ ചെയ്യുന്ന സാധനങ്ങളെല്ലാം എന്തിനാണോ ശിക്ഷ ലഭിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം മോശമാണെന്നും എന്നാൽ നല്ല പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളെല്ലാം നല്ലതാണ് എന്നും കുട്ടി വിശ്വസിക്കുന്നു. ഇതാണ് ഹെറ്ററോണമി അതോറിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്ത ഘട്ടമാണ് ഹെറ്ററോണമി റെസിപ്രോസിറ്റി. ഈ ഘട്ടം 8 വയസ്സ് മുതൽ 13 വയസ്സ് വരെയാണ്. 8 വയസ്സ് മുതൽ 13 വയസ്സ് വരെയാണ് ഹെറ്ററോണമി റെസിപ്രോസിറ്റി എന്നുള്ള ഘട്ടം നിലനിൽക്കുന്നത്. ഇത് സാൻമാർഗിക വ്യവഹാരത്തെ നിയന്ത്രിക്കുന്നത് പാരസ്പര്യമാണ്. അതായത് പാരസ്പര്യം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ നോക്കുക എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഇതും പിന്നെന്താണ് ഫ്രണ്ട്ഷിപ്പ് വരുന്ന ഒരു ഘട്ടമാണ് മൂന്നാമത്തെ ഘട്ടം. ഇവിടെ എന്താണ് നമുക്ക് വേദന ഉണ്ടാക്കുന്നതെന്നും മറ്റുള്ളവരുടെ പ്രവർത്തനത്തില് മറ്റുള്ളവരോട് പ്രവർത്തിക്കരുത്. അതായത് നമുക്ക് എന്താണോ വേദന ഉണ്ടാക്കുന്നത് ആ കാര്യങ്ങളൊന്നും മറ്റുള്ളവരോട് പ്രവർത്തിക്കരുത് എന്ന ചിന്ത കുട്ടികളിൽ വരുത്തുന്നതാണ് ഇവിടുത്തെ സാൻമാർഗിക വികാസം എന്ന് പറയുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നു, കുട്ടി സമപ്രായക്കാരുമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കുന്ന ഒരു ഘട്ടമാണ് ഈ ഘട്ടം. ഈ ഘട്ടത്തിൽ എന്താണ് ഫ്രണ്ട്സ് എന്ത് ചെയ്താലും അല്ലെങ്കിൽ സുഹൃത്തുക്കള് എന്ത് ചെയ്താലും അതെല്ലാം അനുകരിക്കുന്ന ഒരു ഘട്ടമാണ് ഈ ഘട്ടം. അപ്പൊ അവര് ചെയ്യുന്നതെല്ലാം ശരിയാണ്, അവരെന്ത് ചെയ്താലും. അവര് ചില കുട്ടികൾ കണ്ടിട്ടില്ലേ ഒരുമിച്ച് മോഷണം നടത്തുന്നതും അങ്ങനെയൊക്കെ, അതുപോലെ ഒരുമിച്ചിരുന്ന് പഠിക്കുന്നതും. ഒരു കുട്ടി ഒരു സർക്കിളിലെ ഒരു ഫ്രണ്ട് സർക്കിളിലെ കുട്ടികളിലെല്ലാം ഒരുപോലെ നല്ലവണ്ണക്ക് പഠിക്കുന്ന കുട്ടികൾ കാണും. അതുപോലെ ഒരു സർക്കിളിലെ കുട്ടികളെല്ലാം തന്നെ മോശമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന കുട്ടികളും കാണും. അതെന്തുകൊണ്ടാണ്? കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു, അനുകരിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങളെ കോപ്പി ചെയ്യുന്ന ഒരു ഘട്ടമാണ് ഈ ഘട്ടം. അതുകൊണ്ട് തന്നെ കുട്ടി എന്താണ് ഫ്രണ്ട്സുകളെ മാത്രം അനുകരിച്ചാണ് സന്മാർഗത്വം തിരിച്ചറിയുന്നത്. അതുപോലെ തന്നെ വേറെ എന്താണ്, മറ്റുള്ളവരെ വേദന ഉണ്ടാക്കുന്നതൊന്നും തന്നെ ചെയ്യാൻ പാടില്ല എന്നുള്ളതും ഇതിൽ വരുന്നതാണ്. അതുപോലെ തന്നെ നാലാമത്തതാണ് ഓട്ടോണമി അഡോളസൻസ് അല്ലെ. 13 മുതൽ 18 വയസ്സ് വരെയാണ് ഇത് നിൽക്കുന്നത്. ഈ സമയത്ത് കുട്ടി പിയാഷെ പറയുന്നു നീതിബോധത്തിന്റെ ഘട്ടം എന്ന് വിളിക്കുന്ന ഘട്ടമാണ് ഈ ഘട്ടം. ഇത് നിങ്ങൾ കുറെ വട്ടം ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, നീതിബോധത്തിന്റെ ഘട്ടം എന്നുള്ളത്. അതേതാണ്? ഓട്ടോണമി അഡോളസൻസ് ആണ്. 13 മുതൽ 18 വയസ്സ് വരെയാണ്. ഒരു മിനിറ്റ്. ഓട്ടോണമി അഡോളസൻസ് 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെ. ഇവിടെ പറയുന്നത് പാരസ്പര്യത്തിൽ തികഞ്ഞ സമത്വം. അതായത് മറ്റിടത്താണെങ്കിൽ ഫ്രണ്ട്സ് എന്ത് ചെയ്താലും അതുപോലെ അനുകരിക്കും. ഇവിടെ അങ്ങനെയല്ല. എന്താണ്, ഫ്രണ്ട്സ് ഇപ്പം തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള രീതിയിൽ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ ആ കുട്ടിയുടെ ഉള്ളിൽ എന്താണ് തെറ്റ് എന്താണ് ശരി എന്ന് ആ കുട്ടിക്ക് അറിയായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് പാരസ്പര്യത്തിൽ തികഞ്ഞ സമത്വം എന്ന് പറയുന്നത്. സാൻമാർഗിക വ്യവഹാരത്തെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ വ്യക്തിയുടെ ഉള്ളിൽ നിന്നും തന്നെ ഉണ്ടാകുന്ന ഘട്ടമാണ് ഈ ഘട്ടം. നല്ലതും ചീത്തയും എന്താണ് സൗഹൃദപരമായി തന്നെ
കുട്ടിക്ക് അറിയാൻ കഴിയുന്ന ഘട്ടമാണ്. അതായത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു സർക്കിളിലുള്ള കുട്ടികളെല്ലാം മോഷണം നടത്തുന്ന കുട്ടികളാന്ന് വെച്ചോ. അപ്പം കഴിഞ്ഞ ഘട്ടത്തിൽ ഒരു കുട്ടിയെ അനുകരിച്ചുകൊണ്ട് എല്ലാവരും അതുപോലെ ചെയ്യും. പക്ഷെ ഈ ഒരു ഘട്ടത്തിലുള്ള അല്ലെങ്കിൽ ഈ ഒരു പ്രായപരിധിയിൽ വരുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവും ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, എന്റെ ഫ്രണ്ടിനെയും പറഞ്ഞ് തിരുത്താം എന്നുള്ള രീതിയിൽ പറഞ്ഞ് തിരുത്തും. എന്നാൽ ചില കുട്ടികൾ എന്താണ്, പറഞ്ഞ് തിരുത്തിയാലും അവരുടെ ഇഷ്ടത്തില് അവരുടേതായ രീതിയിൽ തന്നെ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകും. എന്നാൽ ഈ സന്മാർഗ തത്വം കൊണ്ടുകൊണ്ട് പോകുന്ന കുട്ടികൾ നല്ല രീതിയിൽ എന്താണ് ഇത് തെറ്റാണ് എന്നുള്ള രീതിയിൽ ഇതിൽ നിന്നും മാറുകയും ചെയ്യും. ഇതാണ് എന്തെന്ന് പറയുന്നത് പിയാഷെയുടെ നീതിബോധത്തിന്റെ ഘട്ടം എന്ന് പറയുന്ന ഓട്ടോണമി അഡോളസൻസ് എന്ന് പറയുന്ന ഘട്ടം. ഇത്രയാണ് നമ്മുടെ സാൻമാർഗിക വികാസം എന്ന് പറയുന്നത്. കോൾബർഗിന്റെയും പിന്നെ പിയാഷെയുടെയും രണ്ടുപേരുടെയും സാൻമാർഗിക വികാസം. അടുത്ത ലാസ്റ്റത്തെ വികാസമാണ് ഭാഷാ വികാസം അല്ലെങ്കിൽ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ലാംഗ്വേജ് ഡെവലപ്മെന്റ് പിയാഷെയും നോം ചോംസ്കി വൈഗോട്സ്കി ഇങ്ങനെ 3 പേരാണ് പ്രധാനമായിട്ടും. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ പ്രൊമിനന്റ് ആയിട്ട് എടുത്ത് നിൽക്കുന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത് നോം ചോംസ്കി എന്ന് പറയുന്ന വ്യക്തിത്വം. ഇദ്ദേഹം ആണ് പ്രധാന. നോം ചോംസ്കിയുടെ പേരില്ലാത്ത ഒരു കേറ്ററ്റ് എക്സാം ഒരിക്കലും ഉണ്ടാവത്തില്ല. ഉറപ്പായിട്ട് അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും, പ്രധാനമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. നിങ്ങൾ എടുത്തു നോക്കിയാലും എല്ലാ ക്വസ്റ്റ്യനിലും ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്രയും ഇതായിട്ട് പഠിക്കുക. 1-2 ക്വസ്റ്റ്യൻസേ ഉള്ളൂ, അത് തന്നെ റിപ്പീറ്റഡ് ആയിട്ടാണ് ചോദിക്കുന്നത്. അത് നിങ്ങൾ നോക്കി വെക്കാം. അപ്പൊ നമുക്കത് നോക്കാം. നോം ചോംസ്കിയെ കുറിച്ച് നോക്കാം. നോം ചോംസ്കി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറയുന്ന വികാസം മുന്നോട്ട് വെച്ച വ്യക്തിയാണ്. ആരെന്ന് പറയുന്നത് നോം ചോംസ്കി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഇല്ലാത്ത കുറച്ച് പോയിന്റ് പറയാം. ആധുനിക ഭാഷാശാസ്ത്രത്തിന്റെ പിതാവാണ് ആരെന്ന് പറയുന്നത് നോം ചോംസ്കി. അതേപോലെ തന്നെ യൂണിവേഴ്സൽ ഗ്രാമർ പിന്നെന്താണ് ലാംഗ്വേജ് ആൻഡ് മൈൻഡ് ആണ് ഇദ്ദേഹത്തിന്റെ ഒരു ഫേമസ്. ഒത്തിരി ബുക്സ് ഉണ്ട്, എന്നാൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ലാംഗ്വേജ് ആൻഡ് മൈൻഡ് എന്ന് പറയുന്നത്. പിന്നെ ഭാഷയെ സ്വായത്തമാക്കുന്നത് ലാഡ് എന്താണ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് പറയുന്നത്. ഈ ലാഡ് എന്ന് പറയുന്ന ഒരു സാധനം ഒരു ഡിവൈസ് ആണ്. അതായത് നോം ചോംസ്കി പറയുന്നു നമ്മുടെ ഭാഷയെ സ്വായത്തമാക്കാൻ വേണ്ടി നമ്മുടെ ബ്രെയിനിൽ തന്നെ ഒരു ഡിവൈസ് ജനിക്കുമ്പോൾ തന്നെ ഓരോരുത്തർക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഓരോരുത്തരും ഓരോ ലാംഗ്വേജും ഈസി ആയിട്ട് പഠിക്കുന്നത്. നമ്മുടെ ജനന സമയത്ത് തന്നെ ഒരു ഉപകരണം, ഒരു ഡിവൈസ് നമ്മുടെ തലച്ചോറിലുണ്ട് എന്ന് ഇദ്ദേഹം പറയുന്നതാണ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രചനാന്തര പ്രജനന വ്യാകരണം ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ ഇതിന്റെ വക്താവ് എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ നോം ചോംസ്കി ആണ്. അതേപോലെ ഭാഷയും ചിന്തയും പരസ്പര പൂരകങ്ങളായിട്ടാണ് ആര് കണ്ടിരിക്കുന്നത്? നോം ചോംസ്കി പറയുന്നത്. അത് എല്ലാവരും കൂടുതലും പറയുന്നുണ്ട്. അതായത് ഭാഷ ഉപയോഗിച്ച് മാത്രമാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് എന്ന് പറയുന്നത്. അതായത് ഭാഷ യൂസ് ചെയ്ത് നമുക്കൊരു കാര്യത്തെ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ, നമ്മുടെ ഭാഷയിലാക്കി നമുക്കതിനെ ചിന്തിക്കാൻ കഴിയത്തുള്ളൂ എന്ന് നോം ചോംസ്കി പറയുന്നു. ഇത്രയാണ് പ്രധാനമായിട്ടും നോം ചോംസ്കിയെ കുറിച്ച് അറിയേണ്ടത്. ആധുനിക ഭാഷാശാസ്ത്രത്തിന്റെ പിതാവ്, ലാംഗ്വേജ് ആൻഡ് മൈൻഡ് എന്ന ബുക്ക്, പിന്നെന്താണ് യൂണിവേഴ്സൽ ഗ്രാമർ, പിന്നെ ലാഡ്, പിന്നെന്താണ് രചനാന്തര പ്രജനന വ്യാകരണം. ഇത്രയും കാര്യങ്ങളാണ് ചോംസ്കിയെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് നോക്കാം. അടുത്ത വ്യക്തി നോക്കാം, പിയാഷെ. എന്താണ് ഈ ഭാഷാ വികസനത്തില് കുട്ടികളുടെ ഈ ഭാഷാ വികാസത്തെ അല്ലെങ്കിൽ ഭാഷണത്തെ പിയാഷെ 2ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്ന് ഏതാണ് അഹം കേന്ദ്രീകൃതവും, 2 സാമൂഹീകൃതവും എന്ന് പറയുന്ന ഈഗോ സെൻട്രഡ് സ്പീച്ചും സോഷ്യലൈസ്ഡ് സ്പീച്ചും. ഇങ്ങനെ 2 രീതിയിൽ പിയാഷെ തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തത് അഹം കേന്ദ്രീകൃതം എന്ന് പറഞ്ഞാല് എന്താണ് നമ്മൾ കുട്ടികൾ തനിയെ സംസാരിക്കത്തില്ലേ? ആവർത്തിച്ചോ, കുട്ടികൾ ഒരു കാര്യം ആവർത്തിച്ചോ അല്ലെങ്കിൽ അവരുടെ രീതിയിലുള്ള സംസാരങ്ങള് അല്ലെങ്കിൽ സ്വയമായിട്ട് സംസാരിക്കുന്നു. കളിയിലിടയില് കുട്ടികൾ കളിപ്പാട്ടത്തിനോട് സംസാരിക്കുന്നു, പാവകളോട് സംസാരിക്കുന്നു, മിററിൽ നോക്കി സംസാരിക്കുന്നു. അങ്ങനെ തനിയെ സംസാരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്
ഈ അഹം കേന്ദ്രീകൃതം ഭാഷണം അല്ലെങ്കിൽ ഈഗോ സെൻട്രേഡ് സ്പീച്ച് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് സാമൂഹ്യകൃതം അല്ലെങ്കിൽ സോഷ്യലൈസ്ഡ് സ്പീച്ച് എന്ന് വെച്ചാല് എന്താണ്, അന്യരെ വിമർശിച്ചുകൊണ്ടും പിന്നെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത്, ആജ്ഞാപിക്കുന്നത്, അപേക്ഷിക്കുന്നത്, പിന്നെ എന്താണ്, ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത്, ഇങ്ങനെയുള്ള ആക്ഷേപിക്കുന്ന കാര്യങ്ങൾ, ആജ്ഞാപിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെയാണ്, ഇങ്ങനെയുള്ള ഭാഷണത്തിനെയാണ് എന്തെന്ന് പറയുന്നത് സോഷ്യലൈസ്ഡ് സ്പീച്ച് അല്ലെങ്കിൽ സാമൂഹികൃതം എന്ന് പറയുന്നത്. ഇപ്പൊ എന്താണ്, ജീൻ പിയാഷെ 2 രീതിയിലാണ് അഹംകേന്ദ്രീകൃതവും സാമൂഹികൃതവും. അഹംകേന്ദ്രീകൃതം എന്നാൽ എന്താണ്, തനിയെ സംസാരിക്കുന്നത്, ആവർത്തി സംസാരിക്കുന്നത്. സോഷ്യലൈസ്ഡ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരോട് എന്താണ് ചോദ്യം ചോദിക്കുന്നത്, വിമർശിച്ചുകൊണ്ട് പറയുന്നത്, ആജ്ഞാപിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇനി അടുത്ത ആളെ നോക്കാം. അടുത്ത ആളാണ് വൈഗോട്സ്കി. വൈഗോട്സ്കി പ്രധാനമായിട്ടും പറയുന്നത് വെച്ചാല് നമ്മുടെ സംസ്കാരവും സമൂഹവും, അതായത് സമൂഹത്തിന്റെ സംസ്കാരവും സംസ്കാരത്തിന്റെ സ്പഷ്ടമായ തെളിവും അതിന്റെ വളർച്ചയിലും ഏറ്റവും ശക്തമായ ഉപകരണവുമാണ് ഭാഷ എന്ന് പറഞ്ഞത് വൈഗോട്സ്കിയാണ്. അതായത് എന്താണ് ഉദ്ദേശിച്ചതെന്ന് വെച്ചാല് സംസ്കാരവും സമൂഹവും വളരുമ്പോ നമ്മുടെ സമൂഹവും വളരുമ്പോൾ നമ്മുടെ ഭാഷയും വളരും എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. നമ്മുടെ സംസ്കാരവും സമൂഹവും വളരുമ്പോൾ നമ്മുടെ ഭാഷയും വളരും. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതാണ് എന്താണ്, ഭാഷയ്ക്കും ചിന്തയ്ക്കും വ്യത്യസ്ത ജനിതക വേരുകളാണുള്ളത്. 2 വികാസം പ്രാപിക്കുന്നത് വ്യത്യസ്ത വഴികളിലൂടെയാണ് എന്ന് പറഞ്ഞത്. ഇത് LPUP എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് ആരാണ് പറഞ്ഞത് എന്ന രണ്ടാമത്തെ പോയിന്റ് ഉണ്ടല്ലോ, ഇത് ആരാണ് പറഞ്ഞത് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഭാഷയ്ക്കും ചിന്തയ്ക്കും വ്യത്യസ്ത ജനിതക വേരുകളാണുള്ളത്, 2ഉം വികാസം പ്രാപിക്കുന്നത് വ്യത്യസ്ത വഴികളിലൂടെയുമാണ് എന്നത്. അതായത് ഭാഷയും നമ്മുടെ ചിന്തയും എന്ന് പറയുന്നത് 2ഉം പരസ്പര പൂരകങ്ങളാണ്. നമുക്ക് ഭാഷ ഉണ്ടെങ്കിൽ ചിന്തിക്കാൻ കഴിയത്തുള്ളൂ. ചിന്തയും ഭാഷയും തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ്. പക്ഷെ എന്നാൽ ഇത് 2ഉം വികാസം പ്രാപിക്കുന്നത് 2ഉം 2 രീതിയിലാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇത് 2ഉം 2 രീതിയിലാണ് ഇത് ജനിക്കുന്നതും, ഈ ഭാഷ വികസിക്കുന്നതും അതുപോലെ തന്നെ എന്താണ് ചിന്ത വികസിക്കുന്നതും 2 രീതിയിലാണ്, വികാസം പ്രാപിക്കുന്നതും 2 രീതിയിലാണ്. എന്നാൽ ഇവ തമ്മിൽ പരസ്പര പൂരകങ്ങളാണ്. ഇവ 2ഉം അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും നിലനിൽക്കുന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇത്രയാണ് നമ്മുടെ സെഷൻ 6 ഡെവലപ്മെന്റ്. ഓക്കെ, കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എല്ലാവർക്കും ക്ലിയർ ആണോ ക്ലാസ്? അഭിപ്രായങ്ങൾ പറയൂ. ഓക്കെ ആണല്ലേ? ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് ഡെവലപ്മെന്റ്സ് ഇത്രയും എടുക്കാൻ